പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം. ഇന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വന്ദനം ചെയ്യുന്നതോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ റംല ആൻറ്റിയാണ്. നിങ്ങളിൽ പല പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസിയെ നന്നായിട്ട് അറിയാം. ഇന്ന് തൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് പ്രാർത്ഥനയോടെ കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രിയ റംല തോമസ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ചിറ്റാറിൽ നിന്നാണ്. ഞങ്ങള് കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ചർച്ചപ്പോളിലെ പാസ്റ്ററാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, 2 പേരും മെഡിസിൻ കഴിഞ്ഞു. ഒരാൾ വിവാഹിതയായി, ഒരാള് ഇപ്പോൾ ഡൽഹിയിൽ അപ്പോളോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രിയ ആന്റിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവീയ അനുഭവങ്ങൾ ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയോടും അതുപോലെ ഇതിലേക്ക് എന്നെ മുഖാന്തരമായി ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ദാനിയേൽ പാസ്റ്ററോടും ഞാൻ നന്ദിയും വന്ദനവും പറയുന്നു. യേശുഭജൻ തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. കരുണയുള്ള കർത്താവ് ഇത്രത്തോളം അവിടെ ഇവിടങ്ങളിലായി നമ്മെ പരിപാലിച്ചു. ദൈവത്തിന്റെ എല്ലാ കരുതലും എല്ലാ സ്നേഹവും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ അരോമ ടിവിയോട് പ്രേക്ഷകരോട് നന്ദി പറയുന്നു. കർത്താവ് സമൃദ്ധിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദിവ്യമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ആശ്വാസവും ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ വിടുതലും നിത്യതയിൽ എത്തുവാനുള്ള ആഹ്വാനവും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാന് ജനിച്ചത് തിരുവനന്തപുരം പട്ടണത്തിൽ. എൻ്റെ അമ്മ വീട് വിതിര എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ ഞാൻ വളർന്നത് വള്ളക്കടവ് പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്ത്. അവിടെ എനിക്ക് അവിടെ മുസ്ലിം സമുദായത്തിലാണ് ജനിച്ചു വളർത്തപ്പെടുവാനിടയായത്. എനിക്ക് മാതാപിതാക്കൾ, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അങ്ങനെ വലിയൊരു കുടുംബമായിരുന്നു. എനിക്ക് 5 സഹോദരങ്ങൾ, 1 സഹോദരി. അങ്ങനെ ദൈവകൃപയാൽ ആ ഒരു പശ്ചാത്തലത്തിലാണ്, വലിയ ഉയർന്ന ഒരു കുടുംബമൊന്നും അല്ല, മിഡിൽ ആയിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളരുവാനിടയായി തീർന്നത്. ആ സാഹചര്യത്തിൽ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി കൂട്ടുകാരി. അപ്പൊ ഞാൻ മഠത്തിലെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഈ മഠത്തിലെ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു കന്യാസ്ത്രീ ആയിട്ട് പോകുന്ന നല്ലതായിരിക്കും. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ഒരിക്കലും വരത്തില്ല. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഇടപാടും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി ഞാനുമായിട്ട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാന് ഇസ്ലാം ഇമാം കലിമകൾ 11, ഈ കലിമകളൊക്കെ പഠിച്ച് സ്വർഗത്തിൽ പോകാനുള്ളതെല്ലാം പഠിച്ച് ആ രീതിയിൽ ദാനധർമ്മങ്ങളിലും ആരാധനയിലും അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ഒക്കെ നല്ല ചിട്ടയോടെ വളർന്നു വന്നു. അപ്പൊ മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. 5 നേരത്തെ നിസ്കാരം, അത് കഴിഞ്ഞാൽ തസ്ബീ ചൊല്ലുക. അപ്പം ഈ കൊച്ചു പ്രായമായതുകൊണ്ട് അങ്ങനെ എല്ലാ സമയത്തും എപ്പോഴും നടക്കത്തില്ല. എന്നാൽ ആ സമയങ്ങളിൽ അതിന്റെ പശ്ചാത്താപത്തോടു കൂടെ ഏതെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ
അങ്ങനെ നിസ്കരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ പോകുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിൽ പോകണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പം ഈ ഇസ്ലാമായി ജനിച്ചു, ഇമാമായി കബറടക്കി, കബറിനകത്ത് കൊണ്ടുവച്ചു, 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടക്കും. പുറകോട്ട് നടന്നു കഴിയുന്നുടനെ മലക്കുകൾ കബറിനകത്ത് ഇറങ്ങി വരും. മലക്കുകൾ കബറിനകത്ത് ഇറങ്ങി വരുമ്പോൾ നന്മ ചെയ്തിട്ടുള്ളവർ നന്മയിലേക്ക് ഒരു പാലമുണ്ട്, ആ പാലത്തെ കൂടെ കയറി അപ്പുറത്ത് കടക്കും സ്വർഗരാജ്യത്തിലേക്ക്. തിന്മ ചെയ്തിട്ടുള്ളവർ ഈ പാലത്തെ കൂടെ നടന്ന് നടുക്കെത്തുമ്പം നരകത്തിലേക്ക് വീഴും. അപ്പം മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ച് അന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അമ്മയെ ചവിട്ടിയോ എന്ന് ചോദിച്ചോണ്ടാണ് ഈ വിധി തുടങ്ങുന്നത്. അപ്പൊ അത്ര ഇതായിട്ടാണ് നമ്മളെ ഈ ന്യായം വിധിക്കാൻ മലക്കുകൾ ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും, എത്ര നമ്മൾ നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ആൻസർ കൊടുത്തേ മതിയാവും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്ത, ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് പോകും. മറ്റ് ഈ സമുദായക്കാര്, ക്രിസ്ത്യാനികള്, ഹിന്ദുക്കൾ, ഇവരെല്ലാം നരകത്തിൽ പോകും, അത് ഹറാമാണ്, പാപികളാണ്, അവരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പൊ എല്ലാരെയും നേടിയെടുക്കാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരിയെ എനിക്ക് മുസ്ലിം ആക്കണം, അവൾ ഒരിക്കലും നരകത്തിൽ പോകാൻ പാടില്ല, അവളെ മുസ്ലിം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവളോട് ഞാൻ അറിയാവുന്ന ഖുർആനും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവക്കും വലിയ, ഞങ്ങൾ രണ്ട് ഒന്നും അറിയാത്ത പൊട്ടപ്പിള്ളാരാ. അവളും എന്തോ ബിലയാമിനോട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചെന്ന് പറഞ്ഞതുപോലെ ഈ പ്രിയ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ സത്യമാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഈ ക്രിസ്തു എന്ന ഒരു സംഭവം കേട്ടിട്ട് പോലും ഇല്ല. യേശു ഈസാ നബി ആണെന്നറിയാം, അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്നല്ലാതെ യേശു ക്രിസ്തുവിൽ കൂടി ആ സ്വർഗത്തിൽ പോകുന്നതെന്ന് ചിന്തിക്കാനും വയ്യ, അത് വിശ്വാസത്തിൽ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഈ കൂട്ടുകാരിയോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവള് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തന്നു. ആരോ അവർക്ക് വായിക്കാൻ കൊടുത്ത പുസ്തകമാ ഈ ലഘുലേഖകളൊക്കെ. എന്നോട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി വായിച്ചിട്ട് നീ പിന്നെ നിനക്ക് നീ പറയുന്നതൊക്കെ സത്യമായിട്ട് അംഗീകരിക്കാം. അപ്പൊ എനിക്ക് കുറച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം, അന്നൊക്കെ ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞു ഓരോ ബുക്കുകൾ മാത്രമായിട്ട്, ഓരോ ബുക്ക് സുവിശേഷം ഓരോ ബുക്കായിട്ട് അന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. ഇതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോയാൽ വീട്ടുകാരനെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളഞ്ഞു. ആ നിലയിൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. അപ്പൊ ഞാൻ ഇവളെ മുസ്ലിം ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ തരുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, എനിക്ക് ഞാനിതെല്ലാം വാങ്ങിച്ചു, അവളെ പിണക്കണ്ടെന്ന് വിചാരിച്ചു കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അന്നു മുതൽ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. എൻ്റെ 15ാമത്തെ വയസ്സാണ്, 14 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എന്തോ ഒരു വിഷമവും ആവലാതിയും വെപ്രാളവും എന്തുവാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുപോലെ അസ്വസ്ഥത. ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൽ കയറി, അന്ന് അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന എന്തൊക്കെയോ ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ കയറി, ഞാനിങ്ങനെ മുട്ടുകുത്തിയേച്ച് ഇങ്ങനെ കൈ കൂപ്പിയേച്ച് പറഞ്ഞു, യേശുവേ അങ്ങ് ദൈവപുത്രനാണോ? ആദ്യമായിട്ട് ഞാൻ യേശുവേ എന്ന് വിളിക്കുക. യേശുവേ അങ്ങ് ദൈവപുത്രനാണോ? എങ്കിൽ ഇന്ന് രാത്രി എന്നോട് ഇടപെടണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. പിന്നെയും കഴിഞ്ഞു, കുറച്ച് 2 ദിവസം വീണ്ടും കഴിഞ്ഞു. ഞാൻ ഇവളുടെ വീട്ടിലോട്ട് പോകാമെന്ന് ചിന്തിച്ച് വീട്ടിന്റെ മുറ്റത്തിറങ്ങിയപ്പോൾ ബൈബിൾ പഠനം എന്ന് പറഞ്ഞ ഒരു കൊച്ചു പുസ്തകം വീണ്ടും വീടിന്റെ മുറ്റത്ത് കിടന്ന് കിട്ടുക. അപ്പൊ അന്നത്തെ കാലത്തെ എയർപോർട്ട് കാണാനൊക്കെ വന്നവരോ അവിടെ ശംഖുമുഖത്ത് വന്നവരൊക്കെ ഇങ്ങനെ ഈ പുസ്തകങ്ങളും ബുക്കുകളും ഇങ്ങനെ ലഘുലേഖകളൊക്കെ എറിഞ്ഞേച്ചു പോകും വീടുകളുടെ മുറ്റത്ത്. കയറി വന്ന്
കൊടുക്കാനൊക്കെ അന്നത്തെ പ്രയാസം, ഈ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് എറിഞ്ഞേച്ചു പോയതാ. അപ്പൊ എന്നെ അതിനകത്ത് ആകർഷിച്ചത് ഈ പുസ്തകം ഒരു റോസ് കളറാ. അത് തന്നെയുമല്ല, ഈ അതിനകത്ത് ഈ മുസ്ലിം പള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു കുടം പോലെ ഒരു ഇതുണ്ടല്ലോ, അത് കയബ എന്നാ പറയുന്നത്. അപ്പൊ ഈ കയബ പോലെ ഈ ബുക്കിന്റെ പുറത്ത് അച്ചടിച്ചിരിക്കുന്ന അച്ച് പതിച്ചിട്ടുണ്ട്. ആ കയബയാണെന്നാ ഞാൻ ചിന്തിച്ചത്. അപ്പൊ ബൈബിൾ പഠനം എന്ന് പറഞ്ഞു ഈ മുസ്ലിം പള്ളിയുടെ മേളിലിരിക്കുന്ന ഈ കൂടാരം പോലത്തെ അത് കണ്ടപ്പം എന്നെ ആകർഷിച്ചു. ഞാൻ ഈ പുസ്തകം എടുത്തു തിരിച്ചു മറിച്ചു നോക്കി, എന്റെ പാവാടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി കട്ടിലിന്റെ അടിയിൽ ഇട്ടു. അവിടെ ഇട്ടിട്ട് പിന്നെ ഞാൻ ആരും കാണാതെ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി. രാത്രി ഞാൻ വായിച്ചു വരുമ്പോ അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വലിയ അറിവൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവാണല്ലോ വചനം ബോധ്യപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണല്ലോ നമുക്ക് ഇതിന്റെ ശരിയും തെറ്റും തിരുത്തി തരുന്നത്. അന്നൊരു പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. പക്ഷേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ വായിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചെന്നും പാപികൾക്ക് വേണ്ടി മരിച്ചതാണെന്നും എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പൊ ഈ താഴെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, മേളിൽ ഇങ്ങനെ വരച്ചിട്ടുമുണ്ട്. അപ്പൊ നമുക്കത് ശരിക്കും മനസ്സിലാകും. വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഈ സൺഡേ സ്കൂൾ പുസ്തകം പോലെ. അപ്പൊ ഞാൻ ഇത് വായിച്ചു, എനിക്ക് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കണ്ട്, യേശു ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നു, അവസാനം ക്രൂശിലേക്ക് കർത്താവിനെ ഇങ്ങനെ അടിച്ച് ക്രൂശിൽ തറയ്ക്കുന്ന രംഗം എന്റെ ഹൃദയത്തെ ഒത്തിരി അങ്ങ് ചലിപ്പിച്ചു. ഒരുപാട് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തോ? ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഈസാ നബി ഒരിക്കലും മരിച്ചിട്ടില്ല. ഈസാ നബിക്ക് വേണ്ടി മറ്റൊരു യഹൂദൻ ക്രൂശിക്കപ്പെട്ടു, മറ്റൊരു വ്യക്തിയെ ക്രൂശിച്ചു. ഈസാ നബി ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാകുന്നു, അസ്തമിക്കട്ടെ എന്ന് പറയുമ്പോൾ അസ്തമിക്കുന്നു. ഈസാ നബി നീചന്മാരെ നിഗ്രീകരിച്ചു, നീതിമാന്മാരെ രക്ഷിക്കും എന്നൊക്കെ അറിയാം. ഇബിലീസിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നീതിമാന്മാരെ രക്ഷിക്കാനായിട്ട് ഈസാ നബി വീണ്ടും വരും. ഈസാ നബി ഒരിക്കലും വിവാഹിതനല്ല, ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ പഠിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ശരിക്കും ഈ പുസ്തകം പിന്നെയും വായിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ കർത്താവിനോട് പിന്നെയും ഞാനിത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശരിക്കും കർത്താവേ, അങ്ങ് ക്രൂശിതനായതാണോ? അങ്ങ് മരിച്ചതാണോ? അങ്ങ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു പൂമാല തരാം. അപ്പൊ എന്നെ കൊടുക്കണമെന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. ഞങ്ങള് സ്തോത്രം ഇങ്ങനെ പൂവൊക്കെ രാവിലെ ഇങ്ങനെ മാല പോലെ കോർത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒക്കെ ഇടാൻ തട്ടമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ ഒരു സ്റ്റൈലാണ് ഞങ്ങളുടെ ഏരിയയില്. അപ്പൊ അങ്ങനെ എനിക്ക് കൊടുക്കാൻ അന്ന് എൻ്റെ കയ്യിൽ ഒരു പൂമാലയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശുവേ, അങ്ങ് ഇന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അങ്ങേക്ക് ഒരു പൂമാല തരാം. പക്ഷെ എൻ്റെ അനിയത്തി അടുത്തുണ്ട്, അവര് ഉറക്കമാണ്. ഞാന് ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണു തുറക്കാതെ ഇങ്ങനെ കരഞ്ഞിരിക്കുക. എനിക്ക് ഈ ക്രൂശീകരണമാണ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചതും മാനസാന്തരപ്പെടുത്തിയതും. ഇന്നും ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ കഷ്ടത എനിക്ക് ലഘുവായി തോന്നും. ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹിച്ചതുപോലെ ഒന്നും സഹിച്ചിട്ടില്ല, പിറുപിറുക്കാൻ തോന്നത്തില്ല. വരുന്നതെല്ലാം നന്മയ്ക്കാണ് എന്നുള്ള ഒരു മനസ്സ് ദൈവം തന്നു. ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെങ്കിൽ നമുക്കൊരു കിരീടമുണ്ട് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഈ ക്രൂശീകരണം കണ്ട് കരഞ്ഞു. വീണ്ടും കർത്താവ് അന്ന് രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ആൾ രൂപം എങ്ങനെയാണ് അതെനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു വലിയ പ്രകാശം, ഒരു ഭയങ്കര ഒരു സാന്നിധ്യത്തോടു കൂടി
ഒരു ശബ്ദം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോ ഞാൻ അന്വേഷിച്ചത് യേശുവിനെ. അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, യാചിപ്പീൻ ലഭിക്കും. ഇത് മൂന്നും അതിനകത്ത് അന്ന് തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. എനിക്കന്ന് പട്ടിണിയോ കഷ്ടതയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആവലാതികളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയായില്ല. പക്ഷെ യേശുവിനെ തിരിച്ചറിയേണ്ട പ്രായത്തിൽ കർത്താവ് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് രാത്രി വന്നിട്ട് എന്നോട് പറയാ, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഒത്തിരി വാതിലൊന്നും മുട്ടണ്ട, ഒരുപാടൊന്നും അന്വേഷിക്കണ്ട. ഹൃദയം നിറഞ്ഞ് പരമാർത്ഥ മനസ്സോടുകൂടി വിളിച്ചപേക്ഷിച്ചാൽ ഇന്നും കർത്താവ് നമ്മുടെ സമീപസ്ഥനായി കൂടെയുണ്ട്. അങ്ങനെ വന്നു. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചു. അപ്പൊ എങ്ങനെ കൊടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി ജീവിക്കാം. അപ്പൊ ഞാൻ ഇത്രേ ആഗ്രഹിച്ചുള്ളൂ, യേശുവിനെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാം, അവരൊന്നും അറിയണ്ട, യേശുവിനെ കൂട്ടുപിടിച്ച് അങ്ങ് പോകാം എന്നാ ഞാൻ ചിന്തിച്ചത്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. എന്നെ അബ്രഹാമിനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവിച്ചതുപോലെ, എട്ടും പൊട്ടും അറിയത്തില്ല, എന്തു തിന്നു, എന്തുടുക്കും, എവിടെ താമസിക്കും എന്നൊന്നും ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തരാതെ കർത്താവ് ആ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസം കർത്താവിനോട് സംസാരിച്ചു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതൊക്കെ വേദപുസ്തകത്തിലെ വാക്യമാണെന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ദൈവം എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത്. ഇന്ന് 44 വർഷം കഴിഞ്ഞു. എൻ്റെ അമ്മ എന്നെ മറന്നു കാണും, എൻ്റെ അപ്പൻ എന്നെ മറന്നു, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ കുറിച്ച് അറിവില്ല. പക്ഷെ എന്നെ മറക്കാത്തൊരു കർത്താവ്. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം, ഹല്ലേലൂയ, എന്ത് മറക്കുന്നു, എന്ത് വിടുന്നുവോ അതിന്റെ 10,000 മടങ്ങ് തരാൻ ദൈവം വിശ്വസ്തനാണ്. ഞാനത് പുറകാലെ പറയാം. അങ്ങനെ അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ അറിഞ്ഞുകൂടാ കർത്താവിന് വേണ്ടി. മൂന്നാമത്തെ ദിവസം കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അനേകർ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എങ്കിലും നിന്റെ പക്ഷത്ത് ഞാനുണ്ട്, നീ എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്ന്. അപ്പൊ എവിടായി പുറപ്പെടുന്നേ? നമുക്ക് അങ്ങനത്തെ ഒരു പരിചയമില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഈ ഹോട്ടലൊക്കെ ആയിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിൽക്കുന്നവരോട് പോലും മിണ്ടാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ എങ്ങോട്ട് പോണോന്നറിയില്ല. അപ്പൊ വീണ്ടും അടുത്ത ദിവസം ഈ ക്രൂശീകരണം വ്യക്തമായി എൻ്റെ റൂമിൽ സിനിമ കാണുന്നത് പോലെ കാണിച്ചു തന്നിട്ട് എന്നെ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം കാണിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ക്രൂശീകരണം അങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഒരു അത്ഭുത പ്രകാശം. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്ന് ചെയ്യാം, അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. അപ്പോഴും ഇറങ്ങി പോകുന്ന കാര്യം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ സംസാരിച്ചു. ഞാൻ ഇങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്നെന്ന്, യേശുവിനെ കുറിച്ച് കൂടുതൽ പറയുന്നെന്നൊക്കെ കേൾക്കുമ്പോൾ ഇവക്കങ്ങ് വെപ്രാളോ. കാരണം അവരുടെ വീട്ടുകാരെ മൊത്തം ഉപദ്രവിക്കും. അതുകൊണ്ട് അവള് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം, നീ എവിടെയെങ്കിലും ഒരു മഠത്തിൽ എന്നെ കൊണ്ടുവിടാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവളോട് ഇതെല്ലാം പറഞ്ഞു. ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന കോളേജില് ഒരു യഹോവ എന്ന് വിളിക്കുന്ന ഒരു സാറുണ്ട്, ആ സാറിന്റെ അടുക്ക ചോദിച്ചാൽ നിനക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നിനക്ക് താമസിക്കാനുള്ള കാര്യങ്ങൾ മടത്തി വിടണമെങ്കിലും അദ്ദേഹം അത് ചെയ്തു തരുമെന്ന്. അപ്പൊ യഹോവ എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം അന്ന് ICPF-ന്റെ പ്രവർത്തകനാ, സുവോളജി പ്രൊഫസറാ. അപ്പൊ അവിടെ വന്നു. അപ്പൊ ഈ കൂട്ടുകാരി മുഖാന്തരം ഞാൻ അവിടേക്ക് വന്നപ്പോൾ അവര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി, അന്ന് കൂട്ടുകാരിയുമായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി, വെളുപ്പിനെ അവിടുന്ന് ഇറങ്ങി ഈ ചെങ്ങന്നൂര് വന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ചെങ്ങന്നൂര്, ഇന്ന് ഞാൻ താമസിക്കുന്ന, ഇന്ന് അറിയപ്പെടുന്ന മുളക്കുഴയിൽ 44 വർഷങ്ങൾക്ക് മുമ്പ് വരുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഞാൻ വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ മതി,
എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം, അതിന് എന്നെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരി, നീ ഒരാഴ്ച ഇവിടെ നിൽക്ക്, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാന്നു. അപ്പൊ ഇവര് നമ്മളെ പരീക്ഷിക്കുകയായിരുന്നു, എന്തിനാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്നു കൂടുതൽ ഇവര് ഈ കൊർന്നല്യോസിന്റെ കൂട്ടുള്ള ആൾക്കാരാ. കാരണം ദാനവും ധർമ്മവും ഭക്തിയും ഉണ്ട്. നല്ല മർത്തമ്മക്കാരാ, നല്ല മനുഷ്യരാ. ഇന്നും അവരാണ് എൻ്റെ അപ്പനും അമ്മയും. അവരിത് കേൾക്കും. അപ്പൊ അവര് ഇത് ഞാന് ഇങ്ങനെ പറഞ്ഞു, അവിടെ നിർത്തി. അവർക്ക് 3 പെൺകുഞ്ഞുങ്ങളാ. എന്നെ 4ാമതൊരു പെൺകുഞ്ഞിനെ പോലെ എന്നെ സ്നേഹിക്കാനും വളർത്താനും ഒക്കെ അവര് സാഹചര്യം ഒരുക്കി. പക്ഷേ 3 മാസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് വന്ന് എന്നെ കണ്ടുപിടിച്ചു. അവിടുന്ന് എന്നെ തിരിച്ചു കൊണ്ടുപോയി, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു ചെറിയ ചാർത്തിനകത്ത് എന്നെ താമസിപ്പിച്ചു. എൻ്റെ വിശ്വാസവും എൻ്റെ തീരുമാനവും, ഞാൻ കർത്താവിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും, എന്തോ പറഞ്ഞാലും യേശു, എന്തോ പറഞ്ഞാലും കർത്താവ്, കൂടുതലൊന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ വന്ന സമയം കൊണ്ട് 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചു, 1-ാം സങ്കീർത്തനം പഠിച്ചു, 15-ാമത്തെ സങ്കീർത്തനം പഠിച്ചു, 121-ാമത്തെ സങ്കീർത്തനം പഠിച്ചു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി തന്നു. അതിനോടൊപ്പം കർത്താവ് എന്നോട് സംസാരിച്ച 2 വചനം, ഒന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം നമ്മുടെ ഉള്ളിൽ ദൈവം ഉരുവാക്കി തന്നു. എന്നാൽ ഇന്ന് അതുപോലെ ഒരു വാക്യം പഠിക്കാൻ ശ്രമിച്ച മണിക്കൂറുകൾ എടുക്കും. അന്നൊരു വാക്യം പഠിക്കാൻ ഈസിയാണ്. അങ്ങനെ വചനം ഉള്ളിൽ കയറി. അപ്പൊ ഇത് തന്നെ എൻ്റെ ചിന്ത. എന്നെ അവിടെ കൊണ്ടുപോയി ഒരു ചാർത്തിനകത്ത്. അപ്പൊ വീട്ടിലെ വരുന്ന എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പാത്രമുണ്ട്, കുടിക്കാൻ ഗ്ലാസ് ഉണ്ട്, എല്ലാത്തിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്ക് ചിരട്ടയ്ക്കകത്ത് വെള്ളവും ഇലയ്ക്കകത്ത് ചോറും തന്നു. അങ്ങനെ എന്നെ 3 മാസം അവിടെ താമസിപ്പിച്ചു. അപ്പൊ ആ നിലയിൽ എല്ലാരും എന്നോട് ഒരു എന്തുവാ, ഈ നമ്മളെ ഏതാ ജാതി എങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ എന്തോ ഞാൻ അവർക്ക് വലിയൊരു അപമാനം വരുത്തിയതുപോലെ എന്നെ എല്ലാ രീതിയിലും പുച്ഛിച്ചും പഴിച്ചും ദുഷിച്ചും മാറ്റിക്കളയുന്ന ഒരു അനുഭവം. അപ്പൊ അങ്ങനെ നിന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് എനിക്കൊരു ബൈബിൾ കിട്ടി. ഒരു നീല കൊച്ചു ബൈബിൾ, ഗിദയോൻസിന്റെ ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞാൻ എൻ്റെ താമസിക്കുന്ന ചാർത്തിനകത്ത്, ഈ ഷീറ്റിനകത്ത് ഞാൻ ഇങ്ങനെ വെച്ചേക്കും. ഇവരെല്ലാം ഉറങ്ങുമ്പം ഞാൻ എടുത്തത് വായിക്കും. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ റോമാലേഖനം 8-ാം 30 മുതലുള്ള വാക്യം എൻ്റെ ഹൃദയത്തെ വീണ്ടും സ്പർശിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നുണ്ട്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ഉപദ്രവമോ, ആപത്തോ, വാളോ, ഉയരത്തിനോ ആഴത്തിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ. ഇങ്ങനെ എന്നോട് അതൊക്കെ നമ്മളോട് സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ. എന്നെ കേൾക്കുന്ന അരോമ ടിവിയിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ, ഈ വചനം എന്ന് പറയുന്നത് വെറും അക്ഷരമല്ല, വെറും പേപ്പറിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അച്ചല്ല. അതേ ഒരു കറുത്ത പുസ്തകവും വെളുത്ത പേജുമുള്ള ഒരു അക്ഷരമായിട്ടും അതേ ബുക്കായിട്ടും തോന്നുകയല്ല. ഇത് ജീവനുള്ള വചനമാണ്. വചനം ജീവനുണ്ട്. സ്തോത്രം. അത് നമുക്ക് മനസ്സിലാകും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി, വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ വചനത്തെ ഞാൻ മുറുകെ പിടിക്കും. പരിശുദ്ധാത്മാവിനെ ഞാൻ കൂട്ടുപിടിക്കും. പിതാവായ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് പുത്രന്റെ മാർവിൽ ചാരി യാത്ര ചെയ്യാൻ അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ അപ്പൻ എന്നെ സഹായിച്ചു. എൻ്റെ 14-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് വരെ മറ്റൊന്നിനെ സേവിക്കാനോ മറ്റൊന്നിൽ ആശ്രയിക്കാനോ മറ്റൊരു വിശ്വാസത്തിലോട്ടോ പോകാൻ ഇടയാകാതെ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും
ഇതെന്റെ നിധിയാ, ഇതെന്റെ സമ്പത്താ, ഇതെന്റെ ആധാരമാ, ഇതെന്റെ ജീവനാ. ഈ വചനമാണ് ഇന്നു എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റി ജീവന്റെ രക്ഷയിലേക്ക് എന്നെ പുതുക്കത്തിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വചനത്തിൽ ആശ്രയിക്കൂ, വചനത്തിൽ വിശ്വസിക്കൂ, നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. സ്തോത്രം. ഞാൻ പറയും, വചനത്തിനു വേണ്ടി നിന്നാൽ വചനം നമുക്ക് ഉത്തരവാദിയാ. വചനം ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല. പക്ഷേ ഇതിന്റെ ഇടയിൽ വേറെ കുറുക്കു വഴിക്കൊന്നും പോകരുത്. ഇത് ചുമന്ന് ഇതിനെ വിശ്വസ്തയോടെ ചേർത്ത് പിടിച്ചാൽ ഇത് നമ്മളെ ചുമക്കും, നമ്മളെ ഇത് വിശ്വസ്തയോടെ ചേർത്ത് പിടിക്കും. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. വീണ്ടും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. 5 രൂപയും ഒരു പാവാടയും ബ്ലൗസും കൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വന്നു. ആ വരവാണ് ഇന്നും ദൈവകൃപയാൽ ഈ പുസ്തകവുമായിട്ട് നിൽക്കാൻ കർത്താവിടയാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി വന്നു, താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ ഞാൻ കയറി, ഇവിടെ വന്നു, ബസ്സിൽ കയറി, ഞാൻ അവിടെ ഇറങ്ങി. ആദ്യം വന്ന വീട് കർത്താവ് എനിക്ക് എന്റെ കൂട്ടുകാരി പറഞ്ഞു തന്നതാണെങ്കിലും ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു. വീണ്ടും ഞാൻ ആ വീട്ടിലോട്ട് തന്നെ വന്നു. ചെങ്ങന്നൂര് വന്നിറങ്ങി ആ വീട്ടിൽ പോയി. അവിടെ ചെന്നു. അവരോട് വീണ്ടും ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം ഇവിടെ വരാൻ പറഞ്ഞു, ഇനി എനിക്കറിയത്തില്ല. അപ്പോ എന്നെ അദ്ദേഹം മർത്തോമക്കാരുടെ തിരുവല്ലായിലുള്ള സേവ്യ സംഘത്തിൽ കൊണ്ട് ചേർക്കുവാനായിട്ട് പോയി. മഠത്തിലെ ഇതുമായിട്ട് അവർക്ക് അതിനുള്ള ബന്ധമില്ല. അവിടെ ചെന്നപ്പോൾ 10ാം ക്ലാസ് പാസ്സാകാത്തവരെ കൃപയാൽ അവരെടുക്കത്തില്ല. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് വലിയ ഡിഗ്രി ഒന്നും ഇല്ല, ഈ കർത്താവിന്റെ കൃപയാണ് എന്നെ ഇതുവരെ നടത്തിയത്. അപ്പൊ അവിടെ വന്ന് വീണ്ടും ഇദ്ദേഹം വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിൽ വന്നു. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷങ്ങൾ പിന്നെ നീണ്ടു മുമ്പോട്ട് പോകുന്നു. 80 അത് കഴിഞ്ഞ് ഈ പ്രശ്നം വന്നപ്പോ കോട്ടയത്തേക്ക് ഇദ്ദേഹം എന്നെ മാറ്റി താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് എന്നെ മാറ്റി താമസിപ്പിച്ചു കോട്ടയത്ത്. അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ 82 ജൂൺ 23-ാം തീയതി, അപ്പൊ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുമായിട്ടുള്ള ബന്ധമാണ്. 2 കാര്യം, ഞാൻ ഈ ഞാൻ ചെന്ന ഭവനം ബന്ധക്കോസ്തരുടെ ഭവനമാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഈ 2 കാര്യം ബന്ധക്കോസ്തരോട് എനിക്ക് ഇഷ്ടമല്ല. 1 അവരുടെ അന്യഭാഷ, 2 അവരുടെ ആഭരണ ഊരിയുള്ള ജീവിതം. ഇത് 2 എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ മുൻകൂർ ജാമ്യം എടുത്ത്, യേശുവേ എന്നെ ഒരിക്കലും ഇവരുടെ കൂട്ടത്തിലാക്കരുത്, ഇവര് പറയുന്ന ഈ ഭാഷ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ആഭരണം ഊരാനും എന്നോട് പറയരുത്. ഞാൻ മർത്തോമായിലോ ഇവാഞ്ചലിക്കലോ ഇങ്ങനെ നിന്ന് യേശുവിനെ സേവിച്ച് അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. കർത്താവും എന്റെ ആ പ്രാർത്ഥന കേട്ട് കർത്താവ് എനിക്ക് അനുകൂലമായി അങ്ങനെ നിന്നു. 82 ജൂൺ 23-ാം തീയതി ഉറക്കത്തിൽ അർദ്ധരാത്രിയിൽ ദൈവം എന്റെ അടുക്കൽ വന്നിട്ട് ഒരു കൊടി മുഴക്കം പോലെ എന്നോട് സംസാരിച്ചു. വെള്ളത്തിനാൽ സ്നാനമേൽക്കാതെയും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയാതെയും നീ എന്റെ സന്നിധിയിൽ നിൽക്കേയില്ല. അപ്പോ സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്തെന്നോ വെള്ളം എന്തെന്നോ സ്നാനം എന്തെന്നോ അറിയില്ല. ഞാൻ നേരം വെളുത്തു, അവിടുത്തെ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഇങ്ങനെ വാക്യമുണ്ട്. അപ്പൊ പറഞ്ഞു, മോളെ അത് സ്നാനമാണ്, നീ ഇനി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഓക്കെ, സ്നാനപ്പെടാം. എങ്ങനെയാണ് സ്നാനം അതൊക്കെ പറഞ്ഞു തന്നു. സ്നാനത്തിനു വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. സ്നാനത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ കോട്ടയത്ത് ശാലയം ബൈബിൾ കോളേജിന്റെ അകത്തെ ടാങ്കിനകത്ത് PM പപ്പച്ചൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ആ കർത്താവിന്റെ ദാസൻ എന്നെ സ്നാനപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇടയ്ക്ക് ഇവരുടെ കൂടെ ചർച്ചയിൽ പോകുമ്പോൾ അപ്പച്ചൻ ഉണ്ടെങ്കിൽ നല്ല രസമാണ്, നല്ല പ്രസംഗമാണ്, നമ്മളെ കരയിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗമൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടെ വരാം. അപ്പൊ എനിക്ക് ആഗ്രഹം, അങ്ങനെ അമ്മച്ചി സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഇവിടെ സ്നാനപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുനക്കര മൈതാനത്തെ കൺവെൻഷൻ നടക്കുന്നത്, IPC-കാരുടെ സെൻട്രൽ കൺവെൻഷൻ. ആ കൺവെൻഷനിൽ ചെന്ന് സംബന്ധിക്കാനായിട്ട് എന്നെ ആഹ്വാനം ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് സഭയായിട്ട്, എബനേസർ സഭയാ വടവാതൂരുള്ള. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും കൺവെൻഷന് പോകും. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച. ഇന്നത്തെ പോലെ ഉള്ള വിളംബരങ്ങളൊന്നും അല്ല. അന്ന് ദൈവ വചനം ജനത്തിന്റെ ഉള്ളിൽ കുത്തുകൊണ്ടിട്ട് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞ് മാനസാന്തരം എന്നുള്ളത്
അന്നാണ് ഞാൻ പഠിക്കാനിടയായി. മാനസാന്തരപ്പെട്ട് സമർപ്പിക്കും. അപ്പൊ 17 പേര് സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചു. ഞാനും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ സഭയുടെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമായതുകൊണ്ട് ഞങ്ങളെ ഈ ശാലേം ബൈബിൾ കോളേജിനകത്തെ ടാങ്കിനകത്ത് എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഞാനും അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നു, നാളെ 3 മണിക്ക് നിന്റെ നേരെ വാളുയരും, എങ്കിലും നീ ധൈര്യമായിരിക്കെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ എന്താ ഈ വാളും വെട്ടും ഒന്നും അപ്പോഴറിയത്തില്ല. ഇപ്പൊ എല്ലാം ശാന്തമായി നല്ല അന്തരീക്ഷത്തിൽ മുമ്പോട്ട് പോവാ. ഇതാ ക്രിസ്തീയ ജീവിതം, പ്രശ്നമൊന്നുമില്ല, സ്വസ്ഥമായി ജീവിക്കാം, പ്രാർത്ഥിക്കുന്നതിനൊക്കെ മറുപടി കിട്ടും എന്നൊക്കെ ഉള്ള ചിന്തയില് വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ആഹ്വാനം. അങ്ങനെ സ്നാനത്തിന് വേണ്ടി സമർപ്പിച്ചു. 82 ജൂൺ 27 ശാലേം ബൈബിൾ കോളേജിനകത്തെ ടാങ്കിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ PM പപ്പച്ചൻ എന്നെ സ്നാനപ്പെടുത്തി. അപ്പൊ ആ സ്നാനത്തിന് മുമ്പ് ക്ലാസ് എടുത്തത് കർത്താവിന്റെ ദാസനൊക്കെ അറിയാമല്ലോ, നമ്മുടെ പത്തനാപുരത്തുള്ള TG അപ്പച്ചൻ പാസ്റ്റർ. അപ്പച്ചൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അപ്പൊ ആ സ്നാനത്തിന്റെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് സമർപ്പിച്ചു, കണ്ണുനീരോടെ സമർപ്പിച്ചു, സ്നാനപ്പെട്ടു. ടാങ്കിന്റെ കരയിൽ കയറി നിൽക്കുമ്പോൾ വീണ്ടും ശബ്ദം, നാളെ 3 മണിക്ക് വാളുയരും. യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, സ്തോത്രം, വാളിന്റെ വെട്ടിൽ നിന്ന് വിടിവിക്കപ്പെട്ട ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ദൈവപൈതലേ, മരുഭൂമി ഉണ്ടെങ്കിലേ ഈ കൃപ കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് പിന്നെയും ബോധ്യപ്പെടുത്തി തന്നു. സ്നാനം പെട്ട് കഴിയുമ്പോഴാണ് സ്വർഗം നമ്മുടെ നേരെ തുറക്കുന്നത്. സ്വർഗം തുറക്കുക മാത്രമല്ല, സ്വർഗം നമ്മളെ അങ്ങ് സ്വീകരിക്കുക, അങ്ങ് ഉൾക്കൊള്ളുക. ഇനി നമ്മളെ അലഞ്ഞു നടക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ അപ്പച്ചനോട് ചോദിക്കും, ഈ കാലങ്ങളുടെ ദീർഘവും വർഷങ്ങളും പഴകി വിശ്വാസത്തിന് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ ജീവിതവും ആത്മീയ മേഖലയിലെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, ഞാൻ കൈവിടപ്പെട്ടു പോകുമോ? കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതേ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകില്ല. അത് 10-ാം അധ്യായത്തിൽ. 16-ാമത്തെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആരും എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ ഒതുങ്ങാ മനസ്സുണ്ടോ, കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ കർത്താവിനെയും വേണം, മാമോനെയും വേണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ചിലത് നമ്മൾ വിടാൻ തയ്യാറാണെങ്കിൽ ചിലത് നമുക്ക് തരാൻ കർത്താവ് ഇഷ്ടമാണ്. അങ്ങനെ സ്നാനപ്പെട്ടു. അപ്പൊ സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് ആഭരണം ഇടാൻ വേണ്ടി ബാഗ് കരങ്ങളിൽ എടുക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ പ്രവചിക്കുക, ഛർദിച്ചത് ഭക്ഷിച്ച നായെ കുളിച്ചിട്ട് ചെളി കിടന്നുള്ളുന്ന പന്നി എന്നുള്ള പഴഞ്ചൊല്ല് അവർക്ക് സംഭവിച്ചു. ഈ കൺവെൻഷനിൽ ഞാൻ ഈ പ്രസംഗം കേട്ടില്ല, ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഈ വചനം കേട്ടില്ല. പക്ഷേ എന്നോട് തന്നെ പരിശുദ്ധാത്മ പറയാ. അപ്പൊ ഞാനിത് പറയുന്നത്, ഉറക്കെ പറയുന്നത് അമ്മച്ചി കേട്ടിട്ട് എന്നോട് ചോദിച്ചു, മോളെ നീ ആഭരണം ഇടുവോ? ഞാൻ പറഞ്ഞു, ഇടും. ഇടത്തില്ലെന്ന് തീരുമാനിച്ചില്ലല്ലോ, ഇടണ്ടെന്ന് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇടും എന്ന് പറഞ്ഞു. നീ ബൈബിളിലെ വാക്യമാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ ബൈബിളിലെ വാക്യം, ബന്ധുക്കൂസാർക്ക് എല്ലാത്തിനും ഉണ്ട് വാക്യം എന്ന് പറഞ്ഞേച്ചി ആഭരണത്തോടുള്ള ആഗ്രഹം കൊണ്ടാ കേട്ടോ. അപ്പൊ ഞാന് ബൈബിൾ കണ്ണു അടച്ചു തുറന്നു. കർത്താവേ, അങ്ങനെ ഒരു വാക്യം ഉണ്ടെങ്കിൽ തുറക്കുന്ന ഭാഗം. അപ്പം ഏകദേശം പുതിയ നിയമമൊക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കി അതിനകത്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഏറ്റവും ലാസ്റ്റിൽ ചെന്ന് ഒരു പുസ്തകം തുറന്നു. അപ്പോഴുണ്ടല്ലോ 2 പത്രോസ് 2:22, ഛർദിച്ച ഭക്ഷിച്ച നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ കിടന്നുരുളുന്ന പന്നി എന്നുമുള്ള പഴഞ്ചൊല്ല് അവർക്ക് സംഭവിച്ചു. നോക്കിക്കേ, വലിയ അതേ ജ്ഞാനികളെ തന്റെ കൗശലത്തിൽ പിടിക്കൂ എന്ന് പറയുന്നത് പോലെ വിവേകമില്ലാത്തതും അറിവില്ലാത്തവർക്കും എങ്ങനെ അറിവ് കൊടുക്കണമെന്നും വിവേകത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കും. ആ വചനത്തിന്റെ മുൻപിൽ ഞാൻ എന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അങ്ങനെ ഇരിക്കും, കഴിക്കുന്നില്ല, അല്ല ആഭരണം ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ
സങ്കീർത്തനം എടുക്കാം, സങ്കീർത്തനത്തിനകത്തൊന്നും ബാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും കണ്ണടച്ച് തുറന്ന് എടുത്തത് സദൃശ്യവാക്യം 26:11. മൂടൻ തന്റെ അതെ പോഷത്വം ആവർത്തിക്കുന്നതും നായ ഛർദിയിലേക്ക് തിരിയുന്ന ഒരു പോലെ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ജന്തുക്കളാണ് നായയും പന്നി. സ്തോത്രം. പന്നിയെന്ന് അന്നത്തെ കാലത്ത് പന്നിയെന്ന് വിളിച്ച ചെവിക്കല്ലിന് അടി കൊണ്ടേച്ച് പോരുന്ന കാലഘട്ടമാണ്. പ്രൈസലോ. അപ്പൊ ഈ പട്ടിയോടും പന്നിയോടും വചനം എന്നെ ഉപമിച്ച് സംസാരിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഭയങ്കര കുറ്റബോധം. ഞാൻ ഏതായാലും വചനത്തിന് വേണ്ടിയാ വീട് വിട്ടത്, 5 സഹോദരങ്ങളെ വിട്ടത്, അപ്പനെയും അമ്മയും വിട്ടത്, പിന്നെ ഇനി എനിക്കെന്നാ എന്ന് ചിന്തിച്ച് ശരി ഇനി ഞാൻ ഇടുന്നില്ല. ഇതെല്ലാം ഞാനൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞു മാറ്റി വെച്ചു. അതിനകത്ത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നെ വലിയ ധനമെന്നെണ്ണാൻ. അപ്പൊ അതിനു മുമ്പ് കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, ഈ ലോകത്തിന്റെ നിന്നാപാത്രമായി തീരുക, നിന്നെ എന്റെ കരങ്ങൾ എന്റെ മാനപാത്രമായി ഉപയോഗിക്കും. ഇതൊക്കെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉപേക്ഷിക്കാൻ ഒരു പ്രയാസം തോന്നിയില്ല, വിട്ടു. അത് കഴിഞ്ഞു, അതെല്ലാം പൊതിഞ്ഞു. എന്റെ സ്തോത്രം വേറൊരു കൂട്ടുകാരി മുഖാന്തരം ഇങ്ങനെ നാട്ടിലെത്തിച്ചു, എന്റെ വീട്ടിൽ അത് എത്തിച്ചു. അവിടുത്തേതൊന്നും എടുത്തില്ല. അവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്ന പാവാടയും ബ്ലൗസും അത് ആ സമയത്ത് തന്നെ അത് മാറ്റി. ഇന്ന് ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവത്തിന്റെ കൃപയാൽ 44 വർഷമായി എനിക്ക് ഈ ഭൂമിയിൽ ജനനം തന്ന എൻ്റെ അപ്പന്റെയോ അമ്മയുടെയോ 5 പൈസയോ ഒരു ജോഡി വസ്ത്രമോ എന്നെ ഉയർത്താൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ഈ ആഭരണം വിറ്റ് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയാ തീരുമാനിച്ചത്. ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോണം, ഈ ആഭരണം വിറ്റ് ഈ പൈസ എടുക്കാൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വർണത്തിന് 250 രൂപയേ ഉള്ളൂ ഒരു പവന്. ഇത് നമുക്കിതിനെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ദൈവശബ്ദം തന്നത്, ക്രിസ്തുവിൽ നിന്ന വലിയ ധനമെന്നെണ്ണാൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെ മിസ്രൈമിലേക്ക് കൊടുക്കാൻ. ഇന്ന് ഒരു കൂട്ടർക്ക് ദർശനം കൊടുക്കും ആഭരണം ഇടാൻ വേണ്ടി, ഒരു കൂട്ടര് പറയും ഇട്ടോളാൻ. പക്ഷെ അതൊന്നും ഞാൻ ആരെയും വിമർശിക്കാനൊന്നും ആളല്ല. അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാട്, അവരവരുടെ സമർപ്പണം. അതൊന്നും ഒരു ഉപദേശമായിട്ടല്ല, എന്നാൽ ഉപദേശമാണ് താനും. അത് അവരവർക്കറിയാം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇത് കഴിഞ്ഞു ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകാൻ ദൈവം വഴിയൊരുക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ 86 ജൂൺ മാസം ഞങ്ങളുടെ സ്തോത്ര പാസ്റ്റർ മറിയാം ആന്റി നടത്തുന്ന ബെഥേസ്ത ബൈബിൾ സ്കൂൾ ചങ്ങനാശ്ശേരിയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം ദൈവവചനം പഠിക്കുവാനായിട്ട് ആ 86 പോകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഈ ആഭരണമൊക്കെ ഊരി സ്നാനപ്പെട്ടു. തിരിച്ച് 82 ജൂൺ 27-ാം തീയതി സ്നാനപ്പെട്ടു. 82 ജൂലൈ 27-ാം തീയതിയാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അപ്പം ഞാൻ പെന്തക്കോസ്തരുടെ 2 കാര്യം വെറുത്തു. ഒന്ന് ആഭരണം ഊരി, 2 അന്യഭാഷ. പക്ഷേ ഞങ്ങൾ സഭയിൽ നിന്ന് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. സ്തോത്രം. ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയായിട്ട് വന്നു. അന്ന് പ്രിയംപുലി പപ്പച്ചനുണ്ട്, പാപ്പച്ചൻ പാസ്റ്ററുണ്ട്, പ്രൈസലോ, ഇവരെല്ലാം അന്ന് ആ സഭയിലുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ഭിത്തിയെ ചാരി, എനിക്ക് സ്തോത്രം പറയാൻ ഇഷ്ടമില്ല, പക്ഷെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭിത്തിയെ ചാരി ഇങ്ങനെ കൈയടിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പതുക്കെ മനസ്സിൽ കുറെ സമയം സ്തോത്രം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, 2 പാട്ടുപാടി, ആരാധനയെല്ലാം കഴിഞ്ഞു. പാസ്റ്റർ ഒരു പാട്ടിട്ട് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുക, യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എന്നുള്ള പാട്ട്. ആ പാട്ട് അങ്ങോട്ട് ഇടുകയും ഭിത്തിയിൽ നിന്ന് ആരോ വന്ന് എന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്ന് നടുക്കിരുത്തുന്നത് പോലെ ഇരുത്തി. എന്റെ കൈ 2 അടിക്കാൻ തുടങ്ങി. ഞാൻ ചലിക്കാൻ തുടങ്ങി. ഒരു ലില്ലി പുഷ്പം തീക്കകത്ത് കിടന്ന് പറക്കുന്നത് പോലെ ഞാൻ ഈ തീക്കകത്ത് കിടന്ന് പറക്കാൻ തുടങ്ങി. ഒരു 10 പൈസ തുട്ടുപോലെ ഞാൻ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന വെളിപ്പാട് ദൈവം എനിക്ക് തന്നു. ഈ ലില്ലി പുഷ്പം തീക്കകത്ത് കിടന്ന് ഇങ്ങനെ ചാടുന്നുണ്ടെങ്കിലും ഇത് വാടിപ്പോകുന്നില്ല. ഇങ്ങനെ ദൈവം എനിക്ക് ഈ ദർശനം തന്നു. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്ന് തന്നെ പ്രവചനാത്മാവിൽ നിറച്ചു. അന്ന് വന്ന ജനത്തോടും ആ ക്യാൻസർ രോഗിയോടും പ്രവചനാത്മാവിൽ സംസാരിപ്പാൻ
ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ആ മീറ്റിംഗ് അന്ന് പാസ്റ്റർ പ്രസംഗിച്ചില്ല. കാരണം അന്നൊക്കെ ഒരാൾ അഭിഷേകം പ്രാപിച്ച് മുൻപോട്ട് വരുന്നവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് PM പപ്പച്ചൻ എഴുന്നേറ്റ് അക്കില്ലാവിനെയും പ്രിസ്കില്ലയും പോലെ പുതിയ നിയമ ദൈവസഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച രംഗം ഇന്നെന്ന പോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതെ, സ്തോത്രം. ദൈവകൃപയാൽ ആ ഭാഗം കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും സ്തോത്രം വാപ്പ എന്നെ തേടി വന്നു. 86 തേടി വന്നു. അദ്ദേഹം വന്നിട്ട് ഈ വീട്ടിലോട്ട് തന്നെ, ഈ മർത്തോമക്കാരുടെ ഭവനത്തിലേക്ക് വന്നു. സ്തോത്രം. വന്നിട്ട് അപ്പോൾ ഞാൻ അവിടെ ആഭരണമൊന്നും ഇല്ല നിൽക്കുന്ന രംഗമാ. ഇത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം ഒരു കടാര ഇങ്ങനെ വലിച്ചൂരി എന്നെ കുത്തുവാൻ വേണ്ടി വലിച്ചൂരി എന്നെ കുത്തി. നീ എന്റെ കുടുംബത്തിന് അപമാനം വരുത്തി, എന്റെ മുഖത്ത് കരുതേച്ചു, നീ ജീവിക്കാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കഠിനമായി പ്രയാസപ്പെടുത്തി. ഞാൻ തലേ ദിവസം സ്നാനത്തിന്റെ പറഞ്ഞില്ലല്ലോ, സ്നാനത്തിന്റെ പിറ്റേ ദിവസം അപ്പൻ വന്നു. റോഡിലിട്ട് എന്നെ വലിച്ചഴച്ചു, കടാരയുമായി അതേ ഉപദ്രവിച്ചു. കടാര വലിച്ചൂരി കഴുത്തിന് കുത്താൻ ശ്രമിക്കുമ്പോൾ കൈ തളർന്ന് കത്തി തെറിച്ചു പോയി. ദൈവജനമേ, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കൂ. കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. എവിടെ? അത് പീഡനത്തിൽ കൂടിയോ, അത് ജയിലറകളിലോ, അത് രോഗത്തിനോ, അതെന്തുമാകട്ടെ, കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് തന്നെ മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. കൃപയാൽ പറയാം, ആ വീട്ടുകാര് പിറ്റേ ദിവസം എന്റെ അപ്പന്റെ കൂടെ എന്നെ അവിടുന്ന് ആ ഉപദ്രവം കഴിഞ്ഞ് എന്റെ അപ്പന്റെ കൂടെ എന്നെ ഇറക്കി വിട്ടു. കൃപയാൽ അവർ ഇറക്കി വിട്ടത് അന്ന് എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. എന്നാൽ അവര് പറഞ്ഞു, നീ നിന്റെ അപ്പന്റെ കൂടെ പോ, നിന്റെ അപ്പൻ നിന്നെ കെട്ടിച്ചു വിടട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുമിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു. ദൈവകൃപയാൽ സ്തോത്രം, ഞാനും എന്റെ അപ്പനും കൂടെ ഒരുമിച്ച് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സേ കയറി. എന്റെ അപ്പൻ മുൻപോട്ടിരുന്ന് ബസ്സിലിരുന്നു, മുമ്പിലത്തെ സീറ്റിൽ, ഞാൻ പുറകിലിരുന്നു. ശരീരം മുഴുവനും വേദനിക്കുന്നു, നീറ്റലും പുകച്ചിലും ഉണ്ട്. അപ്പൻ അടിച്ച ദണ്ഡനം, വീട്ടുകാരിറക്കി വിട്ട വിഷമം. ദൈവവൈതലെ സകലരും കൈ വിടുമ്പോഴാണ് നമ്മുടെ യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ രുചിച്ചറിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. അവിടുന്ന് ഇവര് ഇങ്ങനെ പറഞ്ഞു വിട്ടു. ഞാനും എന്റെ അപ്പനും കൂടെ വന്നു, ബസ്സേ കയറി. അപ്പൻ മുമ്പോട്ട് നീങ്ങിയിരുന്നു, ഞാൻ പുറകിലിരുന്നു. 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ നല്ല സൂപ്പർ ഉറക്കം, വായും തുറന്ന് കഴുത്തും ഇങ്ങനെ ഇട്ടോണ്ട് ഉറങ്ങുക. അപ്പൊ എനിക്ക് മനസ്സിലായി, അവരുറങ്ങിക്കോട്ടെ, എനിക്ക് ഇറങ്ങാനുള്ള സമയമാണ്. അവരുറങ്ങി, അദ്ദേഹം ഉറങ്ങി, ഞാന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ആ ഇറങ്ങിയ സ്റ്റോപ്പ് ചിങ്ങവനമായിരുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ അടുത്ത് പുറകെ വന്ന വണ്ടി കയറി. പൈസയില്ല, കയ്യിലൊന്നുമില്ല. ഞാൻ അവിടുന്ന് ആ വണ്ടിയെ കയറി നേരെ ചെങ്ങന്നൂര് വന്നു. ഈ കാണിച്ച കൊർന്നല്യോസിന്റെ ഭവനത്തിൽ തന്നെ എത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ കൊണ്ടുവന്നു. അവരുടെ വീട്ടിൽ ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ബാപ്പ അവിടെ വന്നിട്ട് ലാസ്റ്റിൽ എന്നോട് ക്ഷമ ചോദിച്ചു. മോളെ, 86-ൽ, മോളെ, നിന്റെ ദൈവം ജീവനുള്ള ദൈവമാ. നീ എന്തോ ഒരു വലിയ ശക്തിയെ വിശ്വസിക്കുന്നു, അത് നിന്നെ നടത്തും. അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതിനു മുമ്പ് എന്നെ പിടിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത രീതിയിൽ മുസ്ലിങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ, ഒറിജിനൽ മുസ്ലിങ്ങൾ, മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്നവരല്ല, മന്ത്രവാദം ചെയ്യത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പെന്തക്കോസ്തുകാരെ പോലെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ഖുർആനെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ എന്റെ അപ്പന്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് എന്റെ അപ്പൻ പോയി സ്തോത്രം മന്ത്രവാദിയുടെ അടുക്ക ചെന്നു. മന്ത്രവാദിയുടെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ അപ്പനായ എന്നോട് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുക്ക ചെന്ന് ഏതൊക്കെ സംഗതിയൊക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, കൊണ്ടുചെന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹം അകത്തോട്ട് കയറി പുറത്തോട്ട് ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, സാറേ, അവക്കിത് ചെയ്താൽ ഫലിക്കത്തില്ല. അതെന്താ? അവള് വിശ്വസിക്കുന്ന ഒരു മതമുണ്ട്, അതിനകത്ത് അവൾ ചേർന്നു പോയി. രണ്ടാമത്, അവള് പറയുന്ന ഒരു ഭാഷയുണ്ട്, കലുവില. അതിന്റെ മുൻപിൽ എത്ര കെട്ടുകെട്ടിയാലും ആ കെട്ടെല്ലാം അലിഞ്ഞു പോകും, അതെല്ലാം അഴിഞ്ഞു പോകും, അത് ഫലിക്കത്തില്ല.
ദൈവത്തിന്റെ ദാസനെ, ദൈവമക്കളെ, അഭിഷക്ത ഗണങ്ങളെ, നിങ്ങൾ പാർക്കുന്ന ചുറ്റുവട്ടം, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ദേശം, അതെ, അവിടെയൊന്നും അശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവിടെയെല്ലാം അന്ധകാര ശക്തികളുണ്ട്. എന്നാൽ അവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ നിന്റെ മിടുക്കല്ല, കഴിവല്ല, സാമർത്ഥ്യമല്ല, പ്രാർത്ഥനയുടെ ശക്തിയല്ല, ദൈവത്തിന്റെ മഹാ കരുണയത്രേ. സ്തോത്രം. യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയല്ലോ എന്ന് ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പം ഇത് ചെയ്തിട്ട് പിന്നെ അവര് മൂന്നാമത് അപ്പനോട് പറഞ്ഞ കാര്യം, എന്റെ പൊന്ന് സാറേ, ഈ ചെണ്ടയും കൊട്ടി ഫുൾ കൈ ഷർട്ടും ഇട്ട് ക്ലീൻ ഷേവിങ് ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഈ അന്യഭാഷ, ഈ കലുവില പറയുന്ന ആൾക്കാര്. അവരുടെ മുൻപിൽ എത്ര കെട്ടിയാലും കെട്ടു ഫലിക്കത്തില്ല. എന്തിനാണെന്നറിയാമോ കർത്താവ് നമ്മളോട് പറഞ്ഞത്? ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്. കർത്താവ് പറഞ്ഞത്, നമ്മളെ സകല സത്യത്തിലും കർത്താവ് വന്നു, സത്യം വെളിപ്പെടുത്തി തന്നു, നമുക്ക് വേണ്ടി ജീവനെ തന്നു, നമുക്ക് നിത്യതയിലേക്കുള്ള വഴി ഒരുക്കി തന്നു. ഇനി നമ്മളെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് ഒരു ബ്യൂട്ടീഷ്യനാക്കി നമ്മളെ ഒരു എങ്ങനെയാ അദ്ദേഹം ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വർണ്ണിക്കേണ്ടതെന്ന് അറിയത്തില്ല, തെറ്റുതിരുത്തി, കുറവുകളെ പരിഹരിച്ച്, വേദനകളെ അകറ്റി, നിരാശകളെ മാറ്റി, രോഗങ്ങളെ സൗഖ്യമാക്കി നമ്മുടെ പൂർണ്ണതയിൽ കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി ഒരു അയച്ചു തന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ബാക്കി കാര്യം നോക്കിക്കോളും. അപ്പൊ മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇത് നാലും നമ്മുടെ ജീവിതത്തിൽ ഒത്തുവരുമ്പോൾ വേർപാടിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് വേർപാടിലേക്ക് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി മനുഷ്യരാരും ചെയ്യണ്ട, അത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചാൽ മതി. നിന്റെ തലമുറ എത്ര ദൂരെ അകന്നു നിൽക്കുന്നെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കൂ. നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാരമേറിയ വിഷയമാണെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കൂ. പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. അങ്ങനെ എന്റെ വാപ്പ വന്നതിനോട് ക്ഷമ ചോദിച്ചു. 86 ഞാനും എന്റെ അപ്പനും തമ്മിൽ പിരിഞ്ഞതാണ്. സ്തോത്രം. അതേ, അബ്രഹാം പറഞ്ഞതുപോലെ, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. എന്നാൽ അതേ, യോർദാന്റെ നീരോട്ടം കണ്ടും യോർദാന്റെ പച്ചപ്പുല്ല് കണ്ടുമല്ല, മരുഭൂമിയിലേക്കാണ് ദൈവം അയച്ചതെങ്കിൽ മരുഭൂമിയെ വനമാക്കി, ഉദ്യാനമാക്കി, അതിനെ നീർത്തടാകമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. തീക്കല്ലിൽ നിന്ന് നീരുറവെ പുറപ്പെടുവിക്കുന്ന ദൈവമാ. ഇന്നത്തെ മരുഭൂമി കണ്ട് നീ പിന്മാറുകയല്ല, ഈ മരുഭൂമിക്കകത്തു നിന്ന് നീരുറവെ ഉളവാക്കി തരാൻ കഴിയും. ഹാഗർ കരഞ്ഞു, അവളുടെ മുൻപിൽ കിടപ്പുണ്ട് ഉറവ, പക്ഷേ കണ്ണു തുറന്നില്ല. ഇന്ന് എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെയാ. ഉറവ മുമ്പിലുണ്ട്, കണ്ണു തുറക്കുന്നില്ല. നമ്മുടെ ഉൾക്കണ്ണൊന്ന് തുറക്കട്ടെ, യേശുവിനെ ഒന്ന് തിരിച്ചറിയട്ടെ, പരിശുദ്ധാത്മാവിനെ ഒന്ന് മനസ്സിലാക്കട്ടെ, ആസ്വദിക്കണം. പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കണം, ഒന്ന് രുചിക്കണം. ഓഹ്റാക്കസിന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉടകനകസി എനിക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ നിവർത്തിച്ചേരും. അപ്പൊ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് എന്റെ രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും പറഞ്ഞു. 82 ജൂലൈ 27 പ്രാപിച്ച അഭിഷേകം ഈ 2024 ഈ ഓഗസ്റ്റ് മാസം 17 വരെ നിർത്തിയത് പണമല്ല, ആൾ സാമർഥ്യമല്ല, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, ഹല്ലേലൂയ, ആരുടെ സപ്പോർട്ടല്ല, ആ പരിശുദ്ധാത്മാവിന്റെ കരുതലാണ് ഇന്നുവരെ നടത്തിയതോർത്ത് സ്തോത്രം. അങ്ങനെ അവിടുന്ന് ആ ഭാഗം കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ കടന്നുപോയി. ബൈബിൾ സ്കൂളിലെ പഠനം, സ്തോത്രം, ഞാൻ വിചാരിച്ചു അവിടെ ചെല്ലുന്നതെല്ലാം കുട്ടി ദൈവങ്ങളാണെന്നാ ഓർത്തെ. കാരണം നമ്മള് ബൈബിൾ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് നെല്ലും പതിരുമായിട്ടൊരു വേർതിരിവ്. സ്തോത്രം. അവിടെ നിന്ന് പഠിച്ച് പയറ്റി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് ജയിക്കുന്ന കാര്യമല്ല, ആത്മീയതയിൽ തികവുള്ളവരാക്കി, ആത്മീയതയിൽ പക്വത പ്രാപിക്കാൻ, തഴച്ചിരിക്കുന്നതും മുഴച്ചിരിക്കുന്നതും മെരുങ്ങാത്തതിനെയൊക്കെ മെരുക്കാൻ,
ചെത്തേണ്ടതിനെ ചെത്താൻ, ഒരുക്കേണ്ടതിനെ ഒരുക്കാൻ വേണ്ടിയാണ് ബൈബിൾ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. അല്ലാതെ അവിടുന്ന് വലിയ പാണ്ഡിത്യം എടുത്ത് എത്ര ഡോക്ടറേറ്റ് നേടിയെന്ന് പറഞ്ഞാലും ഇന്ന് ജനത്തോട് സംസാരിക്കണമെങ്കിൽ കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരുന്നേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മുടെ ബുദ്ധി കൊണ്ടും പ്രസംഗിക്കാം, പക്ഷെ ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. 86-ൽ ദൈവവചനം പഠിച്ചു. ബി.എ. തമ്പിപ്പാസിന്റെയും ആന്റിയുടെയും കാര്യം ഞാൻ ഇടയ്ക്ക് പറയുക. അവരിന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവര് എല്ലാ വിധത്തിലുള്ള കൈത്താങ്ങും തന്നു. ഞാൻ മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നാണ് അവിടേക്ക് പഠിക്കാൻ പോയി. മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡ് സഭയാണ് എന്നെ പ്രാർത്ഥിച്ച് ചിങ്ങവനത്തേക്ക് എന്നെ വിടുന്നത്. അന്ന് ചങ്ങനാശ്ശേരിയിലായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ബൈബിൾ സ്കൂളിന്റെ. ചങ്ങനാശ്ശേരിയിൽ വിടുന്നത്. ഞാൻ അവിടെ കടന്നുപോയി. ദൈവം കരുണ ചെയ്തു, അവിടെ പഠിക്കാൻ അവസരം തന്നു. എന്നിട്ട് അവരുടെ ഫീൽഡ് ആന്റിയും തമ്പിച്ചായനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ വളരെ വളരെ, ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, എല്ലാ സഹോദരിമാരോടും എല്ലാ പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരോടും ഞാൻ പറയും, ഇതുപോലെ ത്യാഗവും ഇതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇത്ര മനസ്സൊരുക്കമുള്ള ഒരൊറ്റ സ്ത്രീയെ മറിയാമ്മ തമ്പിയെ പോലെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. എല്ലാ കുലത്തിൽ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, രക്ഷയിലേക്ക് വന്നു. സ്തോത്രം. ഒത്തിരി മുസ്ലിങ്ങൾ അവിടെ രക്ഷിക്കപ്പെടും. ഇന്ന് ബിബി നൂർദീനൊക്കെ അവിടുത്തെ ആത്മാക്കളാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവരുടെ മക്കളാ. അതുപോലെ ഷക്കീന, ഒത്തിരി മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാൽ അവിടെ നിന്നു. അത് കഴിഞ്ഞു അവിടുന്ന് എന്നെ പഠന സ്ഥലത്തേക്ക് വർക്ക്, ഈ 2 പേരെ വീതം വർക്ക് സ്ഥലത്തോട്ട് വിടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൻ വന്ന് ക്ഷമ ചോദിച്ചു. ബൈബിൾ സ്കൂളിലേക്ക് കടന്നുപോയി. പിന്നെ കർത്താവിന്റെ വേലയിലേക്ക് എന്നെ സമർപ്പിച്ചു. ഞാന് 17-ാമത്തെ വയസ്സിൽ അതേ സ്നാനപ്പെട്ടു. 19-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. 20-ാമത്തെ വയസ്സ് മുതൽ ഇത്രത്തോളം കർത്താവ് എന്നെ കൊണ്ടുവന്നു കർത്തൃവേലയിലായിരിക്കാൻ. പല സ്ഥലങ്ങളിൽ, പാലക്കാട്, മറ്റൂര്, കാലടി, പുന്നപ്ര, ആലപ്പുഴ, ചേർത്തല, ഈ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രവർത്തിച്ചു, ആത്മാക്കളെ തന്നു. അവിടെയെല്ലാം ഇന്ന് സഭയുണ്ട്. അതിനുശേഷം എന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുവാനും തമ്പിച്ചായനും ആന്റിയും എന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചെങ്കിലും ആ നിലയിൽ അവിടെ വെച്ചൊരു ക്രമീകരണം ഉണ്ടാകാതെ എന്നെ വീണ്ടും ഞാന് ഈ തിരിച്ച് മുളപ്പുഴയിലേക്ക് വന്നു. അപ്പൊ ഞാൻ വന്ന മർത്തോമ വീട്ടിലെ ആ സാറിന്റെ ഉപ്പാപ്പനും കൊച്ചമ്മയും മുളക്കടയിൽ, അദ്ദേഹത്തെ നമ്മുടെ ഗീതയോൻസ് ഒരു BBS ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് ഫിൽച്ചായന്റെ വീട്ടിലാണ് വരാനിടയാ. അത് ഇവരുടെ ഉപ്പാപ്പൻ. ഇപ്പൊ കൊച്ചമ്മ ടീച്ചറായിരുന്നു, ഉപ്പാപ്പൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അവരെന്നെ സ്വന്തം മോളെ പോലെ എന്നെ ഏറ്റെടുത്തു. എന്നെ ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റിന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ ലേഡീസിന്റെ ഓർഗനൈസർ ആയിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവിടെ അവസരം തന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിവാഹ വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു ദിവസം അമ്മച്ചി കണ്ണുനീരോടെ സഭായോഗത്തിന് പോകാൻ ഒരുങ്ങി ഞാൻ താഴെ ഇറങ്ങി വരുമ്പോൾ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്, കട്ടിലേ കിടന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, ദൈവമേ, എല്ലാം എന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു തന്നു. ഇനി ഒരു കാര്യമേ ഉള്ളൂ, ഈ പെങ്കൊച്ചിനെ ഒരു മനുഷ്യനെ ഒരാളെ ഏൽപ്പിക്കണം, ഏൽപ്പിച്ചിട്ട് എന്നെ അങ്ങ് എടുക്കാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു. ദൈവമക്കളെ, ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ എൻ്റെ അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു. എനിക്ക് അപ്പനെ അമ്മയെ അപ്പുറത്തൊരുക്കി. ഞാൻ 5 ആങ്ങളമാരെ വിട്ടു, 1000 ആങ്ങളമാരെ അപ്പുറത്തൊരുക്കി. ഒരനിയത്തിയെ വിട്ടു, അനേക അനിയത്തിമാരെ ഒരുക്കി തന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരുത്തത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം നമ്മൾ എന്ത് വിടുന്നു? അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ എന്ത് നമ്മൾ ഉപേക്ഷിച്ചാലും അതിന്റെ 100 മടങ്ങ് ദൈവം തരാൻ വിശ്വസ്തന. ഇന്ന് വരെ ഞാൻ പറയാം, ഞാനൊരു വെയിറ്റിംഗ് ഷെഡിൽ ഉറങ്ങിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതെ, സാധുക്കളുടെ ഇടയിലേക്ക് ദൈവം എന്നെ, സാധുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഭിക്ഷക്കാരിയായിട്ട് ദൈവം എന്നെ അയച്ചില്ല. ഇന്ന് വരെ എന്റെ ആവശ്യങ്ങൾ ഒരു മനുഷ്യനോട് ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ അപ്പന്റെ മുൻപിൽ മുട്ടുകുത്തും. അപ്പൻ എന്റെ കാര്യം സാധിപ്പിച്ചു തരും. ഇന്നും അങ്ങനെയാണ് നടത്തുന്നത്, വിശ്വാസത്താൽ. ഞാൻ ദൈവമക്കളോട് പറയാം. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്ക് ഞാന് മുളക്കുഴയിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലം,
അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ഒരു നല്ല ക്രമീകരണം ദൈവം ചെയ്തു തന്നു. അവിടെ സ്ഥലം വാങ്ങിച്ചു, ഹോള് പണിതു. അവിടുത്തെ പാസ്റ്ററോട് ചേർന്ന് പ്രവർത്തിച്ചു. അവിടെ എനിക്ക് കുറെ ആത്മാക്കളെ തന്നു. ഹിന്ദുവിൽ നിന്നും ഈ സമുദായങ്ങളിൽ നിന്നും ഒക്കെ അനേകർ വന്ന് രക്ഷിക്കപ്പെടുവാനിടയായി. അവിടെ വെച്ച് ഭയങ്കര പ്രതികൂലങ്ങൾ ഉണ്ടായി. ഒരു സ്ത്രീക്ക് വേണ്ടി ഭൂതം ഇറക്കിയപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എന്നെ ആ ദേശത്ത് താമസിപ്പിക്കത്തില്ല, ഇത് ഹിന്ദുക്കളുടെ കോട്ടയാണെന്ന് പറഞ്ഞ്. ഞാൻ ആ സമയത്ത് അവിടെ തരത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ അവിടെ ഒരു CSI-കാരന്റെ വീട്ടിലാണ് ഞങ്ങൾ പ്രാർത്ഥന നടത്തിയത്. ഇന്ന് അവരൊക്കെ വിശ്വാസത്തിലാണ്. പ്രാർത്ഥന നടത്തിയ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. തരത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിച്ചു. എന്നെ ഒത്തിരി അസഭ്യമൊക്കെ പറഞ്ഞു. നീ മതം മാറ്റാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ആ സമയത്ത് അവിടെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആ സമയത്ത് PG വർഗീസ് പാസ്റ്ററിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത കാര്യത്തെ കുറിച്ച് വായിച്ചു. എന്റെ കയ്യിൽ ഒരു 50 പൈസ ഉണ്ടായിരുന്നു. ഞാൻ ആ 8 സെന്റ് സ്ഥലത്തിനകത്ത് അഡ്വാൻസ് ആയിട്ട് ആ പൈസ ഇവിടെ കുഴിച്ചിട്ടു. തരത്തില്ലെന്ന് പറഞ്ഞ ആ സ്ഥലം തന്നെ 8 സെന്റ് സ്ഥലം അന്ന് 85,000 രൂപയ്ക്ക് വാങ്ങിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് അവിടെ മനോഹരമായ ഒരു ചർച്ച ഉണ്ട്. അനേക ആത്മാക്കൾ അവിടെയുണ്ട്. നല്ല നല്ല അതേ സ്തോത്ര ആത്മാക്കളെ കർത്താവ് കൃപയാൽ നിലനിർത്തുന്നു. ആ സഭയിൽ ഇരിക്കുമ്പോഴാണ് എന്റെ വിവാഹ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുളപ്പുഴ സഭയിലെ വിശ്വാസിയാണ്. പക്ഷെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ കോട്ടയിലേക്ക് പോയി. സമയത്ത് എന്നെ ബൂട്ടാൻ കുഞ്ഞോം പാസ്റ്റർ എന്ന് പറയും, AM വർഗീസ് പാസ്റ്റർ, കച്ചക്കോടിലെ സീനിയർ പാസ്റ്റർ ആണ് അദ്ദേഹം. ഭൂട്ടാനിലെ ഓവർസിയർ ആണ്, അമേരിക്കയിലുമാണ് താമസം. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ പെണ്ണുക്കര ചർച്ചിൽ ഇരുന്നതാ ചർച്ചക്കോട്. അതിനുശേഷം അദ്ദേഹത്തെ ചിറ്റാറിലേക്ക് ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിട്ട് പോയി. അദ്ദേഹം ഡിസ്ട്രിക്റ്റിൽ ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ എന്നെ സഹോദരിമാരുടെ മീറ്റിങ്ങിന് പ്രസംഗിക്കാനും അവിടുത്തെ വൈകിട്ടത്തെ മീറ്റിംഗിൽ PAV സാംസാർ ഓവർസിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നെ സാക്ഷ്യം പറയാനുമായിട്ട് വിളിച്ചു. അന്ന് സാറാണ് അവിടെ പ്രസംഗിക്കുന്നത്, PAV സാംസാർ. അപ്പൊ ഞാൻ അവിടെ വന്നു. പ്രസംഗവും കഴിഞ്ഞു, സാക്ഷ്യവും കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എന്റെ വീട്ടിലോട്ട് പോകുന്ന പോയി. അവിടെ മുളക്കഴ വീട്ടിലെത്തിയപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ അപ്പച്ചൻ ഒരു കോള് വന്നു. ബൂട്ടാൻ കുഞ്ഞു പാസ്റ്റർ പറഞ്ഞു, റംലെ ഇന്നൊരിടത്തും വിടരുത്, ഞങ്ങള് 3-4 പേര് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതെല്ലാം നേരത്തെ ദൈവം എനിക്ക് ദർശനത്തിൽ തന്നിട്ടുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ പാസ്റ്ററും എന്റെ ഭർത്താവും ഇന്ന് ഭർത്താവായിരിക്കുന്ന സഹോദരനും പാസ്റ്ററിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് സഭയിലെ പാസ്റ്ററുമായിട്ട്, പ്രാദേശിക സ്ഥലത്തെ പാസ്റ്ററുമായിട്ട് ഞങ്ങളുടെ മുളക്കഴ വീട്ടിൽ വന്നു. അപ്പച്ചനോടും അമ്മച്ചിയോട് സംസാരിച്ചു. എന്നെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. അദ്ദേഹം തലേ ദിവസം കൺവെൻഷന് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ആ കൺവെൻഷനിലും ഉണ്ടായിരുന്നു. അദ്ദേഹം മർത്തോമായിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാ. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട സമയത്ത് തീരുമാനമെടുത്തിരുന്നു, അന്യ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുള്ളെന്ന്. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ആര് കെട്ടും, എന്ത് തിന്നും, എവിടെ താമസിക്കും ഒന്നും നമുക്കറിയത്തില്ല. എന്നെ എവിടോ വിട്ടില്ല, വിഷക്കാരുടെ ഇടയിലോട്ട് വിട്ടില്ല, എവിടെ വിട്ടില്ല, ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ അനാഥരായി വിടത്തില്ല. ദൈവമക്കളെ, എത്രയെത്ര അഭിഷക്തന്മാരുടെ അതേ സ്തോത്രം ആലോചനകളും കൈത്താങ്ങുകളും പ്രോത്സാഹനങ്ങളും ഇതിന്റെ പിൻപിലുണ്ടായി. ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ, നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, തകർന്നുപോയ അനുഭവങ്ങൾ, പുച്ഛിച്ച അനുഭവങ്ങൾ, പരിഹസിക്കപ്പെട്ട അനുഭവങ്ങൾ, എന്തുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ വന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഈ വചനത്തിനു വേണ്ടി നിന്നാൽ വചനം അതിന് ഉത്തരവാദി. യേശുവിന് വേണ്ടി നിന്നാൽ യേശു അതിന് ഉത്തരവാദി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിന്നാൽ പരിശുദ്ധാത്മ ഒരു വക്കീലായി നമുക്ക് വേണ്ടി വാദിക്കും. പരിശുദ്ധാത്മ ഒരു ടീച്ചറായി നമ്മളെ ഉപദേശിക്കും. പരിശുദ്ധാത്മാവ് ഒരു നല്ല സ്നേഹിതനായി നമ്മളോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടാകാം, കിച്ചണിലായിരിക്കാം, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ദൈവം ഈ വചനം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം. യശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ആലോചനയല്ല എന്റെ ആലോചന, എന്റെ വഴിയുമല്ല നിന്റെ വഴി. നിന്റെ വിചാരങ്ങളിൽ എത്ര ഉയർന്നതായ എന്റെ വിചാരങ്ങൾ,
നിന്റെ വഴികളിലും എത്രയോ ഉയർന്നതാ എന്റെ വഴി. നീ ചെറുതായി ചിന്തിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസത്തിനും നിന്റെ ചിന്തയ്ക്കും നിന്റെ പ്രാപ്തിക്കും നിന്റെ ചുറ്റുപാടിനും നിന്റെ പശ്ചാത്തലത്തിനും അനുസരിച്ച് നീ ചിന്തിക്കൂ. എന്നാൽ നിന്നെ നടത്തുന്ന ദൈവം അദ്ദേഹത്തിന്റെ പ്രൗഢിക്കൊത്തവണ്ണം, സ്വത്രം സ്വത്രം, അദ്ദേഹത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്. ഞാൻ പറഞ്ഞു മുമ്പോട്ട് നീങ്ങട്ടെ. അപ്പൊ എനിക്ക് വേണ്ടി അവിടെ വഴി ഒരുക്കി. അദ്ദേഹം വന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, അതെ, അദ്ദേഹം ആരും സഹായമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്തോത്രം. ദൈവം അവിടെ ഒരുക്കി. പറഞ്ഞു, വിവാഹമൊക്കെ ആലോചിച്ചു പോയി. സ്തോത്രം, നിശ്ചയിച്ചു. അതെ, 94 ഏപ്രിൽ 30 ഞങ്ങളുടെ വിവാഹം അനേക ദൈവദാസന്മാരുടെ സാന്നിധ്യത്തിൽ വിവാഹം നടക്കുവാനിടയായി. സ്തോത്രം. നോക്കിക്കേ, ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി 13 വർഷം കഴിഞ്ഞതിന് ശേഷം ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, റംല തോമസ്, അപ്പൊ ചിലര് ചോദിക്കുന്നതാണ്, എന്തോ ഞാന് സ്നേഹിച്ചിറങ്ങി തിരിച്ചത് കൊണ്ട് ഈ മതത്തിലോട്ട് വന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും, അതെ, ഞാൻ സ്നേഹിച്ചിറങ്ങിയത് എന്റെ കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ വിശ്വസിച്ച്. കർത്താവ് നമ്മളെ വഞ്ചിക്കത്തില്ല, കർത്താവ് നമ്മളെ ചതിക്കത്തില്ല, പകുതി വഴിക്ക് കൊണ്ട് വിടത്തില്ല. നീ ഒന്ന് ധൈര്യപ്പെട്ടെ. എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങൾ, യഹോവയിൽ പ്രത്യാശയുള്ളവരുമേ, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ. കർത്താവ് നമ്മളെ ഉറപ്പിക്കും. അടുത്ത വിവാഹമൊക്കെ കഴിഞ്ഞു. പരിശോധനയുടെ കൂമ്പാരം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നു. ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചും ഒറ്റപ്പെടലിനെ കുറിച്ചും വേദനയെക്കുറിച്ചും ഒന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. വിടുവിച്ച വിടുതലിനെ കുറിച്ച് മാത്രമാ പറഞ്ഞത്. എന്നാൽ വിവാഹം കഴിഞ്ഞു. പരിശോധന എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുപോലെ പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നു. സഭ കൈവിട്ടു, ദേശം കൈവിട്ടു, കുടുംബങ്ങളെല്ലാം അകന്നു മാറി. എല്ലാവർക്കും ഞാനൊരു അധികപ്പറ്റാകുമോ എന്ന് ചിന്തിച്ചു. എന്നാൽ ഞാൻ പറയാം, വിട്ടു പോന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ വിട്ടു പോകുന്നതിനെ ഓർക്കാൻ നേരമില്ല. മുൻപിലോട്ടുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുമ്പോൾ ഇനിയും തേജസ് വേണം, ഇനിയും പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം, ഇനിയും പ്രാർത്ഥിക്കാനുള്ള ആത്മാവിനെ വേണം, ഇനിയും വചനം പഠിക്കണം, ഇനിയും സുവിശേഷം പറയണം, ഇനിയും ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നേടണം. ഈ ചിന്തയാ മനസ്സിലേക്ക് വരുന്നത്. പുറകോട്ട് നോക്കാനല്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നീ പുറകോട്ട് നോക്കണ്ട. നീ മുൻപോട്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിക്കോ, ഓടിക്കോ. ശ്രീകമന ഘടകം ദുരലറഭക്ഷ്യ. ഈ ദുർഘടം കണ്ട് നീ പിന്മാറരുത്. അതിനെ സമഭൂമിയാക്കി തീർക്കാൻ മതിയായവനാ. ഈ പർവ്വതം കണ്ട് നിങ്ങൾ കുലുങ്ങരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂത് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്നത് ഇങ്ങനെ ഒരു വാക്യമുണ്ട് 114 സങ്കീർത്തനത്തിൽ. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? അപ്പൊ പിന്മാറുന്ന യോർദാനുണ്ട്. പ്രൈസലോ, പിന്മാറുന്ന യോർദാൻ നമ്മുടെ മുൻപിലുണ്ട്. ഇതൊന്നും കണ്ട് നമ്മൾ പിന്മാറി പോകരുത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുന്നുകളെ നമ്മൾ മാറ്റണ്ട. സ്തോത്രം ചെയ്ത് ആർപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മുൻപിൽ സമഭൂമിയായി തീരുമെന്നുള്ളത് യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. എന്റെ വിവാഹം കഴിഞ്ഞു. 2 പെൺകുഞ്ഞുങ്ങളെ തന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ മൂത്ത മോളെ പ്രസവിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുടലിൽ ഒരു പ്രശ്നമുണ്ടായി. ഒരു കുടലിന്റെ പുറത്ത് കയറി ഇരുന്നു, ഒട്ടിയിരിക്കുകയാണ്. സ്തോത്രം. എങ്ങനെ എന്താ ഒന്നും അറിയത്തില്ല. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും അന്ന് അത്രയും ശക്തമല്ല. എങ്കിലും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ രാത്രി മുഴുവനും കരഞ്ഞു. കുഞ്ഞും കരച്ചില്ല. നേരം വെളുക്കാറായപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തു. ഒന്നുറങ്ങാമെന്ന് വിചാരിച്ചൊരു 3 മണി 4 മണി ആയപ്പോൾ കൊടുത്തേച്ച് ഞാൻ കട്ടിലേലോട്ട് ഇങ്ങനെ കുറുകെ കിടക്കാൻ തലവെച്ചങ്ങ് കിടന്നു. ഉടനെ ഒരു ശബ്ദം. നോക്കിയപ്പോൾ എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് ആ ബെഡ് മുഴുവനും അങ്ങ് നിറഞ്ഞു, ചീറ്റി പോകുന്നത് പോലെ. പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് താഴോട്ട് ഓടി വന്നു. അമ്മച്ചിയുടെ അടുക്ക കൊണ്ട് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്ക്, ഒരു കുഴപ്പവുമില്ല. പെട്ടെന്ന് തന്നെ ഈ അതേ സ്തോത്രം ഈ പ്രൊഫസർ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേഗത്തിൽ
ഡോക്ടർ കോഴഞ്ചേരിയിൽ രാജൻ ഡോക്ടറിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ സ്പെഷ്യലിസ്റ്റ്. അവിടെ ചെന്നു. കുഞ്ഞുങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല, ഒന്നീ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ESIയിലോ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കുഞ്ഞിനെ വിട്ട് 6 മാസം, തൊണ്ടയിൽ ഒരു ചെറിയ അനക്കം, ശരീരം മുഴുവൻ നീല കളറ്. ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് കോഴഞ്ചേരി എന്ന ടാക്സി എടുത്ത് ഓടി പുഷ്പഗിരിയിൽ തിരുവല്ലായിലെത്തിയപ്പോൾ എന്റെ മനസ്സിൽ പറഞ്ഞ ഏതായാലും പുഷ്പഗിരിയിൽ ഒന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ച് പുഷ്പഗിരിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ക്രിസ്മസ് 95, അതെ, ഡിസംബർ 25-ാം തീയതിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്തോത്രം, കുഞ്ഞിനെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകത്തില്ല, എന്റെ കുഞ്ഞിനെ ഇവിടെ ചികിത്സിക്കാൻ ഇതില്ലെങ്കിൽ ഞാൻ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടത്തി വെച്ച് നേഴ്സുമാർ പെട്ടെന്ന് ചെന്ന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ മുട്ടുകുത്തി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണം, ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നേരെയാക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിട്ട് ശരിയായില്ല. അവസാനം കുഞ്ഞിനെയും എന്നെയും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി, സ്തോത്രം, ഈ അൾട്രാസൗണ്ട് ചെയ്യാനായിട്ട് കയറ്റി. അത് കഴിഞ്ഞ് എന്നെയും വെളിയിലിറക്കി കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇതേ പ്രായത്തിൽ ഇതേപോലെ എന്റെ മോളുടെ അതേ രൂപത്തിൽ മറ്റൊരു കുഞ്ഞിനെയും കൊണ്ട് അതിന്റെ അമ്മയും വന്നു, ഇതേ രോഗം. അങ്ങനെ എന്റെ കുഞ്ഞിനെ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം കൊണ്ടുവന്നത് ആ കുഞ്ഞിനെയാണ്. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞല്ല, അത് എന്റെ കുഞ്ഞാന്ന് പറഞ്ഞ അമ്മമാര് അവിടെ നിന്ന് തർക്കിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് ഇവരുടെ കുഞ്ഞാണ്, ബ്ലസ്സി പുറകെ വരുന്നു എന്ന് പറഞ്ഞു. ബ്ലസ്സി മോളെ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നു. ഞങ്ങളെ ICUവിനകത്ത് കയറ്റി. റൂമിനകത്ത് ഞങ്ങൾ 2 അമ്മമാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. 2 കുഞ്ഞുങ്ങളെ 2 കട്ടിലേൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ തലേ ദിവസം വെളുപ്പിനെ 3 മണിയായപ്പോൾ എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോയ അതേ സമയത്ത് ഒരിക്കൾ എടുത്തു മറ്റേ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു. ആ അമ്മ നെഞ്ചത്തടിച്ചു, ഭയങ്കര ബഹളവും കരച്ചിലും. അപ്പൊ ഈ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് എനിക്കും ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന്, എന്റെ കുഞ്ഞിന് അനക്കമൊന്നുമില്ല, യാതൊരു ചലനവും ഇല്ല. ഞാൻ ഓടിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു. അദ്ദേഹം അന്ന് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ടില്ല, സുവിശേഷ വേലയോട്, കാരണം ജോലിയും സുവിശേഷ വേല എന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനെ കൂടെ മോടെ പപ്പായെ കൂടെ ഇങ്ങോട്ടൊന്ന് വിടാമോ എന്ന് ചോദിച്ചു. നേഴ്സ് സമ്മതിച്ചില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞു കയറ്റിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം വന്നു, ആ ബെഡിനടുത്ത് മുട്ടുകുത്തി, കുഞ്ഞിന്റെ ശരീരത്തിൽ കൈവച്ചു, കുഞ്ഞിന്റെ ശരീരത്തിലോട്ട് കമന്നു വീണു, കരയാൻ തുടങ്ങി. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞ് സ്തോത്ര കണ്ണുനീരിങ്ങനെ കുഞ്ഞിന്റെ ശരീരത്തോട്ട് വീണിട്ട് ഇത്രമാത്രം പറഞ്ഞു, കർത്താവേ, നീ എന്റെ പൈതലിനെ മടക്കി തന്നാൽ ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാമെന്ന്. കുഞ്ഞിനെ മടക്കി ദൈവം തിരിച്ചു തന്നു, നഷ്ടപ്പെട്ട ജീവനെ തിരിച്ചു തന്നു. അവളാണ് ഇന്ന് അപ്പോളോയിൽ കർത്താവിന്റെ കൃപയാൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് തീർന്നില്ല, കുഞ്ഞുങ്ങൾ വളർന്നു. സ്തോത്രം. അവരെ സ്കൂളിൽ വിടാൻ പരുവമായി. എല്ലാം വിശ്വാസത്താൽ ഏറ്റവും മേത്തരമായ അനുഭവത്തിൽ. ഇടയ്ക്ക് ഞാൻ ദൈവമക്കളോട് പറയുന്നു, നമ്മൾ 5 രൂപയെ വിട്ടുള്ളോ, 50,000 അല്ല 50 കോടി തരാൻ ദൈവം മതിയായതാ. നീ 1 വീടേ വിട്ടുള്ളോ, നിനക്ക് എത്ര വീട് വേണം? സ്തോത്രം. നീ എന്ത് വിടുന്നുവോ അതിന്റെ 100 മടങ്ങ്. ഇത് വാഗ്ദത്തമാ, ഇത് വചനമാ. വിശ്വസിക്കൂ. ഇതിനൊന്നും വേണ്ടി അല്ല, നിത്യതയാ നമ്മുടെ ലക്ഷ്യം. സ്തോത്രം. നിത്യതയായിരിക്കണം. പക്ഷെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളെ കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു. ആ പരിശോധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹം മുളക്കുഴ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നു. ഞാനും എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ പോവുകയും പ്രസംഗിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും. അപ്പോൾ തന്നെ എനിക്ക് ബുധനാഴ്ച ദിവസം എന്റെ വീട്ടിലൊരു കൂട്ടായ്മയുണ്ട്. എല്ലാ ബുധനാഴ്ച നാനാതുറയിൽപ്പെട്ട ആൾക്കാരും കടന്നു വരും. ഇന്നത്തെ പോലെ അന്ന് സ്വർണ്ണ ബന്ധക്കോസ് ഒന്നും ഇല്ല, അങ്ങനെ മറ്റു ബന്ധക്കോസുകളൊന്നും ഇല്ല. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ, ജനത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഒരനുഭവം നമ്മളിലൊക്കെ ജനിക്കണം. അതാ ഞാൻ പറയുന്നത്. ആരെയും ഞാൻ താഴ്ത്തി കെട്ടുന്ന അല്ല, ഓരോരുത്തരുടെ ഓരോ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാ.
യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, അന്ന് നാനാ തുറയിൽപ്പെട്ട ആൾക്കാർ എന്റെ വീട്ടിൽ വരും. സമുദായക്കാര്, മുസ്ലിങ്ങള്, ഹിന്ദുക്കള് എല്ലാം വന്ന് രക്ഷിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും 146 പേരെ അവിടെ സ്നാനപ്പെടുത്താൻ ദൈവം ഭാഗ്യം തന്നു. അവിടെ സ്ഥലം വാങ്ങിച്ചു, ഹോള് പണിതു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവന് സ്തോത്രം ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് എനിക്ക് ദൈവം 1.5-2 വർഷം കൊണ്ട് എന്നോട് സംസാരിക്കുന്നു. ഞാൻ എവിടെയോ ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നത് പോലെ ഒരുങ്ങാൻ, നമ്മൾ ഈ ദൂരയാത്രയ്ക്ക് പോകാൻ സമയത്തിന് മുമ്പേ നമ്മൾ ഒരുങ്ങി വേണ്ടുന്ന ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം അതൊക്കെ ഒരുക്കി എടുക്കുന്നത് പോലെ എന്റെ ജീവിതത്തിന്റെ ആത്മീയ മണ്ഡലത്തെ ശുദ്ധീകരിക്കാനും ക്രമീകരിക്കാനും ശക്തിപ്പെടാനും വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ 2 വർഷം. എന്നിട്ട് കർത്താവ് ഒരു ദിവസം എന്നോട് സംസാരിച്ചു, ഇതുവരെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു പരിശോധനയിൽ കൂടി ഞാൻ നിന്നെ കടത്തിവിടും എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോവാം. അങ്ങനെ ഇരിക്കുമ്പോൾ ബോംബെയിൽ കല്യാൺ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ച്, IPCയിൽ ശുശ്രൂഷിച്ചു, ചർച്ച് ഓഫ് ഗോഡ് സഭയിലും ഒക്കെ ശുശ്രൂഷിച്ചിട്ട് ഉല്ലാസ് നഗറിൽ വന്ന് അവിടെ ഒരു ലീലാമ്മ വർഗീസ് ആന്റിയുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ വന്നു. ഞങ്ങൾ കുറച്ചു പേരിരുന്ന് പ്രാർത്ഥിച്ചു. കുറെ പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു പരിശോധന നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്കൊരു പ്രയാസം തോന്നി. എങ്കിലും ദൈവഹിതത്തെ നമുക്ക് ഒരിക്കലും തട്ടി മാറ്റാൻ പറ്റത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൂത്ത സിസ്റ്റർ കൂടലിലാണ്. കർത്താവിന്റെ ദാസന്റെ ഫാദറിനൊക്കെ അറിയാം. അദ്ദേഹമാണ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നെന്ന് പറയുവാനിടയായി. അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കുഞ്ഞുങ്ങൾ 2 പേരും അദ്ദേഹവും ഒരു സ്കൂട്ടറിൽ ബൈക്കിലാണ് വരുന്നത്. വന്നു മറ്റൊരു കാറ് എന്റെ പ്രിയപ്പെട്ടവന്റെ ബൈക്കിനിടിച്ചിട്ട് അദ്ദേഹം 10 അടിയോളം പൊങ്ങിയിട്ട് വലിയൊരു താഴ്ചയിലേക്ക് ചെന്ന് വീണു. അതേ മൂത്ത മോള്, ഇന്ന് അതേ ഡൽഹിയിലുള്ള മോള് ഇടിച്ച സാൻഡ്രോ കാറിന്റെ അടിയിൽ കയറിപ്പോയി. ഇളയ മോള് ഒരു കൽക്കുനിയിലേക്ക് തെറിച്ചു വീണു. അതിന്റെ തലേ ദിവസവും അന്ന് ഞാൻ ശുശ്രൂഷിച്ചത് അതേ കൊട്ടാരക്കരയ്ക്കടുത്ത് അതേ മൈലംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി. അവിടെ 10-22 പേര് അതേ കത്തോലിക്ക ഹിന്ദു സമുദായത്തിൽ നിന്ന് ചിലർ ആ കൺവെൻഷനിൽ രക്ഷിക്കപ്പെടുവാനിടയായി. പിറ്റേ ദിവസം ഞാന് അതേ നമ്മുടെ കൊട്ടാരക്കര കരിക്കത്തിനടുത്ത് IPCയിൽ ശുശ്രൂഷിച്ച് തിരിച്ചു വരുമ്പോൾ, അപ്പൊ ഞാന് ഉപവാസത്തോടിരിക്കുന്ന സമയമാ. തിരിച്ചു വരുമ്പോൾ ഞാൻ മുളക്കുഴയിൽ എത്തിയപ്പോൾ എന്റെ ഫോണ് വിളിച്ചു പറഞ്ഞു, ബ്ലസ്സിയുടെ അമ്മയാണോ? നിങ്ങളുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ആക്സിഡന്റിൽ പെട്ട് കോന്നി SMS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ ആവലാതി കൊണ്ട് പെട്ടെന്ന് ബസ് അതേ കണ്ടക്ടർ പെട്ടെന്ന് ഞാൻ വെപ്രാളം പിടിക്കുന്നത് കണ്ടു. ബെല്ലടിക്കാൻ പറഞ്ഞു, ബെല്ലടിച്ചു. അവിടെ നിന്ന് അടുത്തു തന്നെ ഞങ്ങളുടെ മുളക്കൽ സഭയിലെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറി അവരെയും കൂട്ടിക്കൊണ്ട് നേരെ കോന്നി SMS ഹോസ്പിറ്റലിൽ ചെന്നു. കുഞ്ഞ് തല പൊട്ടി, ഇളയ കുഞ്ഞിന്റെ തല പൊട്ടി, അവളും ബ്ലഡിനകത്ത്. മൂത്ത കുഞ്ഞിന്റെ ജോയിന്റ് ഇളകി, അവളും പ്രയാസത്തില്. ശരീരം മുഴുവനും ഒരഞ്ഞ് ആ ടയർ കയറിയിരുന്ന പാട് ഇന്നും എന്റെ കുഞ്ഞിന്റെ അതേ കാലയിലുണ്ട്. ദൈവത്തിന്റെ കൃപയെന്ന് പറയാം. എന്റെ പ്രിയപ്പെട്ടവന്റെ നട്ടലൊടിഞ്ഞ് L2 ഒടിഞ്ഞ് 5ആയിട്ട് പൊടിഞ്ഞിട്ട് അതിന്റെ ഒരു എല്ല് സ്പൈനൽ റൂട്ടിൽ കയറിയിട്ട് പുക്കളിന് അടിവശം തളർന്നുപോയി. അവിടുന്ന് പിന്നെ അവിടെ എന്നെ വിളിച്ചു പറഞ്ഞു, നടുവിനാണ് കേട്, ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഞാൻ അവിടെ ചെന്നു. ദേഹത്തെ തൊടാൻ പോലും കഴിയത്തില്ല. പെട്ടെന്ന് തന്നെ യൂറിനും മോഷനും ഒന്നും പോകാതെ വയറൊക്കെ വീർത്തിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതേ വയറ്റത്ത് കൈവച്ച് സ്തോത്രം ചെയ്തു. കുഞ്ഞുങ്ങൾ കിടക്കുന്ന സ്ഥലത്തോട്ട് ഓടിച്ചെന്നു. ഞാൻ ഇത്ര മാത്രമേ കർത്താവിനോട് പറഞ്ഞുള്ളൂ, കർത്താവേ, ഞാൻ എന്ത് ചെയ്തിട്ടാ വന്നതെന്ന് ദൈവം ഓർക്കണം. ഞാൻ എവിടെയായിരുന്നു എന്ന് ദൈവം ഓർക്കണം. ഞാൻ ആരുടെ വയലിലായിരുന്നു എന്ന് നീ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞ് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഉഠമനഹത്തര ജഗച്ചസിയ, എന്റെ അപ്പനെ വിട്ട് ഞാൻ ഒരു കാര്യത്തിന് ഇടപെട്ടിട്ടില്ല. കള്ളസാക്ഷ്യം പറഞ്ഞ് ആരുടെ കയ്യിൽ നിന്ന് ഒന്നും അപകരിച്ചിട്ടില്ല. ഞാൻ എന്റെ യേശുവിന്റെ മകളായിട്ട് നിന്നെങ്കിൽ കർത്താവെ, ഞാൻ എവിടെയായിരുന്നു, എവിടുന്നാ ഞാൻ വരുന്നത്, ഏതു വയലിലായിരുന്നു, ഇത് മാത്രം കർത്താവ് ഓർത്താ മതി.
എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവന്റെ അവിടുന്ന് ഞാൻ ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് ആംബുലൻസിൽ കയറ്റി തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവിടെ സ്തോത്രം ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്തു. എന്നിട്ട് അവിടെയുള്ള രാജു മാഞ്ഞൂരാനും ഡൊമിനിക് ആന്റോയും ന്യൂറോ സർജന്മാര് എന്റെ പ്രിയപ്പെട്ടവനെ വന്നു. എല്ലാരും മാറി മാറി നോക്കി. ഇപ്പൊ സ്പൈനൽ നാഡ് കേട്, എക്സ്റേ, സ്കാനിങ്, MRI എല്ലാം എടുത്തു. അവരിതെല്ലാം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിന്റെ ഭർത്താവ് നടക്കത്തില്ല, നിന്റെ ഭർത്താവ് എന്നും വീൽ ചെയറിൽ ഇരിക്കാം, വേണമെങ്കിൽ ഒരു 18 മണിക്കൂർ നേരത്തിൽ ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ ചെയ്താൽ വേണമെങ്കിൽ വീൽ ചെയറിൽ ഇരുത്താം, വേദനയില്ലാതെ ഇരുത്താമെന്ന് പറഞ്ഞു. അപ്പോ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി വന്ന ആ വെള്ള വസ്ത്രത്തിൽ തന്നെ നിൽക്കുക. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഡോക്ടറെ, ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഒത്തിരി പേര് സ്പൈനൽ കോഡ് പോയവര് കാണും, പക്ഷെ അതെനിക്ക് വിഷയമല്ല. എന്റെ ഭർത്താവ് നടക്കും, നടത്തുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, വട്ടുണ്ടോന്ന് ചോദിച്ചു, എന്തോ വിദ്യാഭ്യാസം ഉണ്ടോന്ന് ചോദിച്ചു. ഒരുമാതിരി വിദ്യാഭ്യാസം ഉള്ളവരാരും സ്പൈനൽ കോഡ് പോയാൽ നടക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പൊട്ടിയായ എനിക്ക് എന്റെ വിശ്വാസം പുതിയ സ്പൈനൽ കൊടുക്കാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ചു. നമ്മൾ പ്രസംഗിക്കുന്ന വചനം അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കൂ. കേൾക്കുന്ന വചനം ഏറ്റെടുക്കൂ. എനിക്കറിയാം ചില സഹോദരിമാരിത് കേൾക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന്റെ തകർച്ച, തലമുറയുടെ വഴിതെറ്റിയുള്ള പോക്ക്, അവിടെ സാമ്പത്തിക ഞെരുക്കം, കിടക്കയിൽ കിടക്കുന്ന ചില രോഗികൾ, അതേ ശുശ്രൂഷയിൽ ഒരു വിശാലത ഇല്ലാതെ ഞെരുങ്ങുന്നവര്, ഇവരെയൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം വഴിയിലിട്ടേച്ച് പോകത്തില്ല. അവൻ നമ്മളെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. ഈ വചനം സത്യമാണ്. ഈ പരിശുദ്ധ പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ അസ്ഥിക്കകത്തോട്ട് വ്യാപരിക്കുമ്പോൾ നിന്റെ പഴയത് കഴിഞ്ഞു, പുതിയതിനെ ഒരുക്കി തരാൻ ദൈവം ശക്തനാ. ഉദരേ മനഗണ കന്തുരാലറബ ശിഖമ ഉടബല മനഗണ കതുലറബ ദുരിവിരവലമ ഉടാരബലബലബലബ ശാന്തരാനഗട്ടസിയ ഓ റിഗലവട്ടസി. ഞാൻ വെളിപ്പാടിൽ കാണട്ടെ, ചിലരുടെ വയലിലേക്ക് വയൽ പ്രദേശ ശുശ്രൂഷ മേഖല വരണ്ടു കിടക്കുകയാ, വിള്ളൽ വീട് കിടക്കുകയാ, ഇനി യാതൊരു സാധ്യതയുമില്ലെന്ന് പറയുന്നു. അതിനെ ദൈവം ഉദ്യാനമാക്കി മാറ്റും, ഉദ്യാനത്തെ വനമാക്കി മാറ്റും, വനത്തെ സരളവൃക്ഷവും അതേ പൈമരവും പുന്നയും കൊഴുന്തും വെച്ച് പിടിപ്പിച്ച് അത് നിനക്കൊരു വൻ അതേ സ്തോത്രം, ഒരു പടയെ തരാൻ ദൈവത്തിന് കഴിയും. ഈ വചനം ഞാൻ യേശുവിന്റെ നാമത്തിൽ അവിടേക്ക് വിതയ്ക്കുകയാ. ഇതുവരെയും സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ നിങ്ങളോട് നിന്നു. അതേ പറയട്ടെ, പരിശുദ്ധ തരുന്ന ദൂതോട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. യേശുവിന്റെ രക്തം എനിക്കറിയാം. കിടക്കയിൽ കിടക്കുന്ന ജീവിതമേ, യേശു നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ആരോമ ടിവിയിൽ കൂടി നീ കേൾക്കുന്ന ഈ ദൂതുണ്ടല്ലോ, ഈ ആരോമ ടിവിക്ക് പിന്നത്തേതിൽ പിന്നെയും ഒരു പ്രവർത്തന മേഖലയിലേക്ക്, വിശാലതയിലേക്ക് കൊണ്ടുവരാൻ ഒരു മുഖാന്തരമാക്കും. അത് മാത്രമല്ല, ഈ TV മുഖാന്തരം രക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയുമെന്ന് പരിശുദ്ധ അതേ ദൂത് പറയുകയാണ്. രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, വിടുവിക്കപ്പെട്ടവർ, രോഗം സൗഖ്യമായവർ, അലഞ്ഞു നടന്നവർ, ഒറ്റപ്പെട്ടവർ, നിന്ന മാറിയവർ, പ്രശ്നത്തിന് പരിഹാരം വന്നവർ, ശുശ്രൂഷയിൽ അഭിവൃദ്ധി പ്രാപിച്ചവർ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയും. അഭിഷക്തനെ, ഈ ശുശ്രൂഷ ഒരു മാന്യതയാണ് യേശുവിന്റെ നാമത്തിൽ. അടുത്തത്, അതെ ഡോക്ടറിനെ ഇറക്കി വിട്ടു. ഭ്രാന്തിയ, വിദ്യാഭ്യാസം ഇല്ലാത്തോളാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ബന്ധക്കോസുകാരിയല്ല, ഒറിജിനലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം ചോദിച്ചു, അതെന്നെ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞ മുസ്ലിം ആയിരുന്നു, യേശുവിനെ കണ്ടോണ്ട് വന്നതാ, യേശു എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. അതുകൊണ്ട് എനിക്ക് സ്തോത്രം യേശുവിനെ വിട്ടുപോകാൻ പറ്റത്തില്ല, യേശു അതിന് ഉത്തരവാദിയാന്ന് പറഞ്ഞു. എന്നെ പരിഹസിച്ചൊക്കെ ഇറക്കി വിട്ടു. എന്നാ വിദ്യാഭ്യാസം ഉണ്ട്, ഇത് സ്തോത്രം നിനക്ക് വട്ടാണോ, ഇതൊക്കെ ചോദിച്ച് എന്നെ ഇറക്കി വിട്ടു. എങ്കിലും 40 ദിവസം, അതേ സ്തോത്രം, അവിടെ 10 ദിവസം കിടന്നു.
അദ്ദേഹം കെട്ടിവെക്കാനുള്ള തുക പറഞ്ഞു. അതെല്ലാം കെട്ടിവെച്ച് അതിലൊക്കെ ദൈവം പ്രവർത്തിച്ച ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വരും. ഞാൻ ഇതൊന്നും TV പറയാറില്ല, പക്ഷെ എന്തോ പരിശുദ്ധം പറയുന്നു. അപ്പോ 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. എന്റെ കയ്യിൽ ഏതാണ്ട് 15 or 20 രൂപയുണ്ട്. അങ്ങനെ ഞാന് പിറ്റേ ദിവസം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇങ്ങനെ ഇതെല്ലാം സ്വരുക്കൂട്ടി വെച്ചിരിക്കുക. 1 ലക്ഷം രൂപ കെട്ടിവെച്ചെങ്കിലേ അവർ ഓപ്പറേഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ സ്തോത്രം, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എന്നാ ചെയ്യണം അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരപ്പച്ചൻ, എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പാപ്പ, കസിനായിട്ട് വരുന്ന ഒരു ഉപ്പാപ്പന, പറഞ്ഞു വരുമ്പോ ബന്ധത്തിലൊരു ഉപ്പാപ്പ, പ്രായമുള്ള ഒരു മനുഷ്യനാ, മർത്തോമായിലെ ഒരു ഉപദേശിയ. അദ്ദേഹം സ്തോത്രം ഈ സംഭവം കേട്ടിട്ട് ഒരു ദിവസം രാവിലെ ഉണ്ട് റൂമിൽ വന്ന് മുട്ടുന്നു. അപ്പൊ രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ഞാൻ കതക് തുറന്നു നോക്കിയപ്പോ ഈ അപ്പച്ചന്, അപ്പച്ചൻ വന്നിരുന്നു. ഞാന് ഭയങ്കര ബഹുമാനത്തോടെ, അപ്പൊ പ്രായമുള്ള ഒരു പിതാവല്ലേ, ഭയങ്കര സന്തോഷത്തോടെ അപ്പച്ചനെ കൈക്കൊണ്ടു. ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് സ്തോത്രം, ഈ അപ്പച്ചൻ എന്നാ ഇതെന്നറിയാമോ, ഞാൻ ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്തു കൊടുത്തപ്പോ പറഞ്ഞു, വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥിച്ചു പോകാൻ സമയത്ത് എന്നോട് ചോദിച്ചു, മോളെ, നിന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൻ എന്തെങ്കിലും ചെയ്യത്തില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, ചെയ്യും. നിന്റെ കല്യാണത്തിന് ഇവൻ എത്ര സ്ത്രീധനം കൊടുത്തേ? ഞാൻ പറഞ്ഞു, അപ്പച്ച, സ്ത്രീധനം എന്നോട് ചോദിച്ചുമില്ല, സ്ത്രീധനം ഞാൻ കൊടുത്തിട്ടുമില്ല, ഞാൻ തന്നെയാ ധനം എന്ന് അപ്പച്ചനോട് പറഞ്ഞു. എന്റെ തലയെ കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഒരു കെട്ടെടുത്ത് എന്റെ കയ്യിൽ തന്നു. ഒരു കെട്ടെടുത്ത് തന്നു. ഞാൻ കണ്ണുനീരോടെ സ്വീകരിച്ചു, പ്രാർത്ഥിച്ചത് അവിടെ വെച്ചു. കിടക്കയിൽ വെച്ച് അപ്പച്ചനെ യാത്ര അയച്ചു. തിരിച്ചു പോകാൻ സമയത്ത് ഞാനത് എണ്ണി നോക്കിയപ്പോൾ 65,000 രൂപയുണ്ട്. സ്തോത്രം, ബാക്കി പൈസ എന്റെ കയ്യിലുണ്ട്. സ്തോത്രം. അപ്പൊ കർത്താവിന് തെറ്റു പറ്റത്തില്ല. നിന്റെ കയ്യിൽ എത്ര ഉള്ളത്? 5 അപ്പം. 5 ആണെങ്കിൽ 5 അങ്ങ് കൊടുക്ക. സ്തോത്രം. 5 അപ്പോ 2 മീനും. നിന്റെ കയ്യിലുള്ളത് കൊടുത്താൽ അത് വെച്ച് വർദ്ധിപ്പിക്കും. ഇല്ല, ഒന്നുമില്ലേ, ശൂന്യതയിൽ നിന്നുളവാക്കി തരാനും കഴിയും. ദൈവത്തിന് കഴിയും. അങ്ങനെ ആ പൈസ പിറ്റേ ദിവസം കൊണ്ട് കെട്ടിവെച്ചു. 1 ലക്ഷം രൂപ കെട്ടിവെച്ചു, ഓപ്പറേഷൻ ചെയ്തു. ദൈവമക്കളെ, ഓപ്പറേഷൻ ചെയ്ത് രാവിലെ 7 മണിക്ക് എന്റെ റൂമിൽ നിന്ന് കൊണ്ടുപോയി. രാത്രി 1:30 ആയപ്പോൾ അനസ്തേഷ്യ കൊടുത്ത്, അതേ സ്തോത്രം, അദ്ദേഹം ഓപ്പറേഷൻ ഇങ്ങനെ 18 മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് എന്തോ ഒരു ഓക്സിജനും കൊടുത്തോണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ICU-നകത്ത് വെന്റിലേറ്റർ ഇട്ടപ്പം ഏകദേശം നമ്മുടെ സ്തോത്രം കഥ കഴിഞ്ഞു. എന്റെ കൂടെ നിന്ന് എന്റെ അളിയൻ ഡോക്ടറോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരി മയങ്ങി വീണു, വേറൊരു കൂട്ടുകാരി എന്ന് എല്ലാം തകർന്നെന്നും പറഞ്ഞുകൊണ്ട് പോയി സ്റ്റെപ്പയിലിരുന്നു. അളിയൻ അങ്ങ് ചൂടായി. മാവിയുടെ മോനും ഉണ്ട്. ഇവരെല്ലാം അങ്ങ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഇതിന് ഉത്തരവാദിയല്ല, ഡോക്ടറെ ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് കാരണമുള്ളത് കർത്താവുമായിട്ടാണ്. സ്തോത്രം. പോയാ പോയി, കിട്ടിയാ കിട്ടി. എനിക്ക് ഒന്നറിയാം, എന്നെ അനാഥയാക്കത്തില്ലെന്നാ എന്റെ കർത്താവിന്റെ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞത്. എന്നെ അനാഥയാക്കത്തില്ല, വിധവയാക്കത്തില്ല, എന്റെ കുഞ്ഞുങ്ങളെ ഒട്ടും അനാഥരാക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട്, ഹോസ്പിറ്റലിലാണോ ICU ആണോ ഞാൻ ഓർത്തില്ല, ഞാൻ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ റൂമിൽ വന്നു, മുട്ടുകുത്തി, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോ കർത്താവിനോട് സംസാരിച്ചു. തീ വീണ് കാട് കത്തിയാൽ തീ ഇട്ടവനാര്, അവൻ അതിന് പകരം കൊടുക്കും. പുറപ്പാട് പുസ്തകം 22-ാം വാക്യത്തിൽ അത് പറയുന്നു. സ്തോത്രം. തീ വീണ്, അപ്പൊ തീ ഇട്ടത് പിശാചല്ല. എല്ലാം പിശാചിനെ പറയുന്നത് എന്തിനാ? പുള്ളി അറിഞ്ഞു പോലുമില്ല, പുള്ളി നമ്മുടെ കൂടെ വരത്തില്ല. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോ കർത്താവിനോട് അനുവാദം ചോദിക്കാതെ അവന് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചെന്ന് ദൈവത്തോട് ചോദിച്ചു കാണും. സ്തോത്രം. ഇവളെ യേശുവിനെയും തള്ളിപ്പറഞ്ഞ് ഭ്രാന്തിയായി പോകും എന്ന് പല പ്രാവശ്യം പിശാച് വെല്ലുവിളിച്ചു. സ്തോത്രം. ഭ്രാന്ത് മാറ്റുന്നവനായ എന്റെ യേശു, ഭ്രാന്തരാക്കുന്നവനല്ല യേശു. അവിടുന്ന് സ്തോത്രം, ചുരുക്കി പറയാം, 40 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. തിരിച്ചിട്ടാലോ ഒന്നുമില്ല, തിരിച്ചിട്ട അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ലാസ്റ്റ് ഈ കാലിന്റെ മുട്ടിനടിവശത്തുള്ള മസിൽ മുഴുവനും പോയി. ഈ വലിയ അമ്മൂമ്മമാരുടെ കാതിങ്ങനെ കിടന്നാടുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഈ തൊലി ഇങ്ങനെ കിടന്നാടുക. ഡോക്ടർ വന്നപ്പോ ഞാൻ ഈ തൊലിയിൽ ഇങ്ങനെ
തട്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഡോക്ടർ തൊലിയിൽ ഇങ്ങനെ തട്ടിയേച്ച് എന്നോട് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ എന്നോട് ഞാൻ വെല്ലുവിളിച്ചിരിക്കുക, എന്റെ ഭർത്താവ് നടക്കും, നടത്തുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നു. 40 ദിവസമായിട്ടും ഭർത്താവ് നടക്കുന്നില്ല, കട്ടിലെ തന്നെ കിടക്കുക. ദിവസം 3 പ്രാവശ്യം അദ്ദേഹം എന്റെ റൂമിൽ വരും. 3 പ്രാവശ്യം വരുമ്പോഴും എന്നെ പരിഹസിച്ച് കുത്തി പറഞ്ഞേച്ചേ തിരിച്ചു പോകത്തുള്ളൂ. പക്ഷേ 40ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി അവിടെ ഞങ്ങൾ വീട്ടിൽ വന്നു, വാട്ടർ ബെഡിൽ കിടത്തി. ചുരുക്കി പറയാം, 56ാമത്തെ ദിവസം അദ്ദേഹം ഒരു ദർശനം കണ്ടു. ദൈവം അദ്ദേഹത്തെ തൊട്ട് സൗഖ്യമാക്കുന്നതായി. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി സൺഡേ സ്കൂളിൽ വിട്ടു. അദ്ദേഹത്തെ കുളിപ്പിച്ചൊരുക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്കാനെന്ന്. ഞാൻ പറഞ്ഞു, യേശുപ്പച്ചൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇനി എന്റെ അനുവാദമാണോ വേണ്ട, എഴുന്നേറ്റോളാം. അപ്പോ അനിയൻ അടുത്തുണ്ട്, മാവിയുടെ മോൻ, അവനെ വിളിച്ചു. ഞാനും അടുത്ത് ചെന്നു. സ്തോത്രം ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് കട്ടിലേൽ ഇരുന്നു. കാല് നിലത്തു കുത്തി. അപ്പം കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, ചലിക്കത്തില്ല. അപ്പൊ മൂത്ത മോള് ആ കാലെടുത്ത് മുമ്പോട്ട് വെക്കും. അങ്ങനെ കാലെ പിടിച്ച് നടന്ന് ബാത്റൂമിൽ പോയി. സ്റ്റൂളിന്റെ പുറത്ത് വെള്ളം വെച്ചു കൊടുത്തു. അദ്ദേഹം 56 ദിവസമായിട്ട് നമ്മൾ കുളിപ്പിക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒഴിച്ച് കുളിക്കാതെ ഇങ്ങനെ കിടക്കുകയല്ലേ. എന്നോട് പറഞ്ഞു വെള്ളം വെച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു, വെള്ളം കോരി ഒഴിച്ചു കുളിച്ചു. സ്തോത്രം. തന്നെ കുളിച്ചേച്ച് തന്നെ ബാത്റൂമിൽ നിന്ന് നടന്നു വരാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയാ. ഓ ഹൃഗരഹസി. അതിനു മുമ്പ് എന്നോട് ഇടപെട്ട വചനമാണ്. ഞാൻ അന്ന് പ്രസംഗിച്ച വചനം ഇതായിരുന്നു: ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തന്റെ ആത്മാവിനെ കൊണ്ട് നിന്റെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കും. സ്തോത്രം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ടല്ലോ. ആ കല്ലറയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ അതേ സ്തോത്രം അസ്ഥിയോട് യോജിച്ചു. നാറ്റം വെച്ച് 4 നാളായി, പുഴുവരിച്ചു. ഇനി അവന് ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് ലാസറിനെ കുറിച്ച് ലോകം പറഞ്ഞു. ലോകം എന്തു പറയുന്നു ഉള്ളതല്ല, ദൈവം നിന്നെ കുറിച്ച് എന്തു പറയുന്നു? സ്തോത്രം. നീ നേരിടുന്ന വിഷയത്തെ കുറിച്ച് എന്തു പറയുന്നു? അതാ നമുക്കറിയേണ്ടത്. ചുരുക്കി പറഞ്ഞ് ആ ഭാഗം അങ്ങ് നിർത്തുകയാ. ദൈവത്തിന്റെ കൃപയാൽ അത്ഭുതകരമായി അദ്ദേഹത്തെ വിടുവിച്ചു. ഇന്ന് ഇവിടെ ഈ കാടും മലയും ഒക്കെ കയറി ഇറങ്ങുന്നു. ഞങ്ങൾക്ക് 2-3 ആട്ടും കുഞ്ഞുങ്ങളുണ്ട്. അതിനെ നോക്കാനും അതുപോലെ തന്നെ ആത്മാക്കള് സഭയുടെ കാര്യങ്ങൾ, സഭയ്ക്ക് വേണ്ടി പോകാനും വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ. ദൈവം വിശ്വസ്തൻ, ദൈവം ശക്തൻ. അങ്ങനെ അദ്ദേഹത്തെയും ദൈവം വിടുവിച്ചു. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതേ സ്തോത്രം. ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ദൈവത്തിന്റെ കൃപയാൽ പല സ്ഥലങ്ങളിൽ എനിക്ക് പുതിയ ആത്മാക്കളെ ദൈവം തന്നു. സഭകൾ സ്ഥാപിക്കുവാൻ ഒരു കഴുതയായി, ഒരു ഉപകരണമായി ദൈവം ഈ സാധുവിനെ ഉപയോഗിച്ചു. ഇന്നുവരെ നിർത്തി. അടുത്ത് കുടുംബജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ടു. പെൺകുഞ്ഞുങ്ങളെ സ്തോത്രം അതേ പഠിച്ചു. മൂത്ത മോള് നിർബന്ധമായിട്ടും അവക്ക് MBBS പോകണമെന്ന +2 പാസ്സായപ്പോ അവളുടെ ആഗ്രഹം. ഞങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലില്ലാഴികയില്ല. എന്നാൽ എന്റെ മൂത്ത മോൾ എന്റെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കൊച്ചുമോൾ എന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. എന്നോടൊരു ശബ്ദം കേൾപ്പിച്ചു, 2 കുഞ്ഞുങ്ങളും മെഡിസിൻ പഠിക്കും. പ്രൈസലോ. ഒരേ കോളേജ്, ഒരേ യൂണിഫോം, ഒരേ രീതിയിലുള്ള അവർ ഉപകരണങ്ങൾ ഇട്ടിരിക്കുന്നു, ഒരേ രീതിയിൽ അവർ പഠിക്കുന്ന വിഷയം. അപ്പൊ ദൈവം ദർശനം തന്ന അനുസരിച്ച് കുറെ കഴിഞ്ഞു, നമ്മൾ അതങ്ങ് മറന്നുപോയി. ഇവളങ്ങ് നിർബന്ധം പിടിച്ചു. ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നാ ചെയ്യണമെന്ന്. ഞങ്ങൾ ഞായറാഴ്ച ക്ലാസ്, ഞായറാഴ്ച ട്യൂഷനും ഒന്നും വിടാത്തത് കൊണ്ട് ആ നിലയിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏജൻസി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അതിൽ ഏറ്റവും ചാർജ് കുറഞ്ഞ ഒരു ഏജൻസി വന്നു. സ്തോത്രം. അങ്ങനെ വന്നു. ചൈനയിൽ അവളെ MBBS വേണ്ടി വിട്ടു. അവിടെ പോയി ദൈവത്തിന്റെ കൃപയാൽ അവൾ പഠിച്ചു. അവള് 3ാമത്തെ വർഷത്തിലേക്ക് കയറുമ്പോൾ കൊച്ചും +2 പാസ്സായി. അവൾക്ക് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചു. അവൾ മറ്റു പല രീതിയിലേക്കും പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് ദൈവം തന്ന ദർശനം, സ്തോത്രം, 2 പേരും ഒരേ കോളേജ്, 2 പേരും ഡോക്ടർമാര്. ഇങ്ങനെ
ദൈവം തന്ന ദർശനത്തിൽ നിന്നും. BDS വിടാൻ നോക്കി. അവളെ പല കാര്യങ്ങൾക്ക് അവള് ഡിഗ്രി എടുക്കണം, MPhil എടുക്കണം എന്നൊക്കെ ചിന്തിച്ചു. ഇല്ല, ആ വഴിയിലൊക്കെ അവര് ചിന്തിച്ചെങ്കിലും ദൈവം അവിടോട്ടൊന്നും വിട്ടില്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. കർത്താവ് തന്ന വാഗ്ദത്തത്തിൽ വിശ്വസിക്കൂ. എന്ന് പറഞ്ഞാൽ ഊവ്. സ്തോത്രം. വ്യാജമൊന്നും നമ്മളെ ഇടയ്ക്ക് കയറ്റണ്ട, കുരുട്ടുബുദ്ധിക്കൊന്നും പോണ്ട, ഉടായിപ്പിനൊന്നും പോണ്ട. വിശ്വസ്തയോടെ നിന്നാ മതി. അങ്ങനെ ദൈവം കരുണ ചെയ്ത് അവളെ സ്തോത്രം വിട്ടു. അങ്ങനെ അവൾ മൂത്ത മോളോട് ഞാൻ പറഞ്ഞു, മോനെ നീ ചെന്നതിന്റെ ചെയർമാനോട് ചോദിക്ക്, അവിടെ എല്ലാം ക്ലോസ് ആയി, ഇനി പറ്റത്തില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവള് ചെന്ന് ചോദിച്ചു. ടെലഫോണിൽ കൂടി ഇന്റർവ്യൂ ചെയ്തു. ഞങ്ങളുടെ ഇളയ മോക്കും അവിടെ തന്നെ വഴിയൊരുക്കി. അവളും അവിടെ തന്നെ പോയി പഠിച്ചു. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. പ്രൈസലോ. 2 കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിച്ചു. നാട്ടിൽ വന്നു. നാട്ടിലെ പരീക്ഷ ഒരു പാസ്സായി. ദൈവത്തിന്റെ കൃപയാണ് അവരെ 2 പേരും സ്തോത്ര ഇന്ത്യയിലെ പരീക്ഷയും പാസ്സായി. 2 പേരും ഡൽഹിയിൽ അതെ ESI ഹോസ്പിറ്റൽ ഇളയ മോൾ ഇന്റേൺഷിപ്പും ചെയ്തു. മൂത്ത മോൾ അവിടെ ജോലിയും ചെയ്യാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് മൂത്ത മോള് UK പോയി. അവള് പ്ലാവ് 1 ഒക്കെ പാസ്സായി. അവിടുത്തെ ലൈസൻസും കിട്ടി. ഇനി അവളെ തിരിച്ചവിടേക്ക് വിളിക്കാൻ വേണ്ടി അവളും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നത്, തലമുറയെ കുറിച്ച് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ചഞ്ചലിക്കരുത്, സംശയിക്കരുത്, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. വിശ്വസിച്ചിട്ട് അങ്ങ് സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. ഇളയ മോളുടെ വിവാഹമാണ് നടന്നത്. മൂത്ത മോൾ ഇങ്ങനെ പറഞ്ഞു, അവൾ PG എടുക്കാതെ അവളെ വിവാഹം കഴിപ്പിക്കരുത്. അവൾ പഠിക്കുന്ന 3ാമത്തെ വർഷം മുതൽ അവൾക്ക് വിവാഹാലോചന വന്നു. അവൾ സമ്മതിച്ചില്ല. PGക്ക് അഡ്മിഷൻ എങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ അതും പാസ്സായി കഴിഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. ദൈവം ഇത്രത്തോളം കരുണ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ചിറ്റാറിൽ താമസിച്ച്, എന്റെ പ്രിയപ്പെട്ടവന്റെ സ്ഥലം ചിറ്റാറാണ്. ഞാൻ വളരെ നാൾ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ്. ചെല്ലുന്നിടത്തൊക്കെ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചിറ്റാറിൽ എന്നെ വിവാഹം കഴിച്ചയച്ചെങ്കിലും അവിടെ ഒരു സഭയ്ക്ക് അടിസ്ഥാനം ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിന്റെ കൃപയാൽ 29ാമത്തെ വർഷം ദൈവം ഞങ്ങളെ ഇവിടെ മടക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ചിറ്റാറ് വേണ്ട എന്ന് പറഞ്ഞു പോയവരാ. ദൈവം ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടു. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 7 കുടുംബം വരുന്നുണ്ട്. പുതിയൊരു പ്രവർത്തനമായിട്ട് തുടങ്ങി. ഇവിടെ ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം മോള് അവളെ വിവാഹം കഴിച്ച മോന് ഡാളസിലാണ്. അവളും അതേ പോകാനായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ കർത്താവിനെ സേവിക്കാനല്ലേ ഇറങ്ങിത്തിരിച്ച്. ഞാൻ ഈ യാത്ര, വിദേശ യാത്ര, ഇങ്ങനെയുള്ള സാമ്പത്തിക വിഷയം ഇതിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നെ വിടരുതേ, ഞാൻ പോകത്തില്ല, എന്നെ അതിനൊന്നും വിട്. ഒരു ദിവസം കർത്താവ് ഒരു ദർശനം തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ചെറ്റക്കുടിൽ എന്നെ കാണിച്ചു. കീറിയ വസ്ത്രം ഞാൻ ഇട്ടിരിക്കുന്നു, മുഷിഞ്ഞ അനുഭവം ഇട്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നീ ഇറങ്ങിത്തിരിച്ച നാളിലെ പോലെ അങ്ങനെ വന്ന് നീ ഇങ്ങനെ ഈ അവസ്ഥയിലാണെങ്കിൽ നീ പറയുന്ന സുവിശേഷം കേട്ട് ആര് രക്ഷിക്കപ്പെടും? ഈ കൂട്ടത്തിൽ വരുന്നവരെല്ലാം ഇങ്ങനെ പോകല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മാന്യത തരുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മളിലുള്ള ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടാൻ വേണ്ടിയാ. ഒരിക്കലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഞാൻ ഉറച്ചു പറയുന്നു. ആകയാൽ നിന്റെ വഴി നിന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിന്റെ ഉദ്ദേശങ്ങളെ ദൈവം നിവർത്തിച്ചു തരും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ പുതിയ പേര് അവന് നൽകുന്നു. പുതിയ പേര്. അതുപോലെ തന്നെ 19ാം അധ്യായത്തിൽ പറയുന്നു, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമുക്കൊരുങ്ങാം. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഈ കാലഘട്ടം ഞാൻ വിഷമത്തോടെ പറയുന്നു, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, സുവിശേഷ വേലക്കാരെ, നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. നമ്മുടെ തലമുറയെ ദൈവം കരുതും. ഞാൻ ഈ ദിവസങ്ങൾ എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിച്ചു, മക്കളെ, ഞങ്ങളൊക്കെ ജീവിച്ച ഒരു അന്തരീക്ഷമേ അല്ല. ഞങ്ങളൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരതയില്ല, ഇത്രയും ദുഷ്ടതയില്ല, ഇത്രയും കപടമില്ല, ഇത്രയും ഉഡായിപ്പോ വെട്ടിപ്പോയില്ല. തമ്മിൽ സ്നേഹമുണ്ട്. അവിടെ മതവൈരാഗ്യമില്ല, മതവർഗീയതയില്ല. അവിടെ എല്ലാം അയൽവക്കമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാം ഒരുമിച്ച് അതേ വളർന്നു പഠിച്ചു ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇന്നതെല്ലാം മാറി. തലമുറ വഴിതെറ്റിപ്പോകാതെ നിത്യതയിൽ കൊണ്ടെത്തിക്കട്ടെ. ഞാൻ പറഞ്ഞു നിർത്തുന്നു. യേശു തന്നെ വഴിയും സത്യവും ജീവനും
സ്തോത്രം, സ്തോത്രം. യേശു നമ്മളെ കൊണ്ടെത്തിക്കാൻ മതിയായവൻ, അവൻ നമുക്ക് സകലത്തിനും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അറിയുന്നു. അതെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഞാൻ അവയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി അവ മേച്ചിൽ കണ്ടെത്തുന്നു, ഞാൻ അവയ്ക്ക് സ്തോത്രം മുമ്പേ നടക്കുന്നു. കർത്താവ് നമ്മുടെ മുമ്പേ നടക്കുന്നു. അതുകൊണ്ട് നമുക്കൊരുങ്ങാം. നമുക്കൊരു പുതിയ പേര് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞു, ഒരു പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹം അറിയിക്കുന്നു, വന്ദനം അറിയിക്കുന്നു. ഞാൻ ഒരു വാക്കൂടെ ഉറപ്പിച്ചു പറയുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് പറയുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, അവ എന്റെ കയ്യിലായിരിക്കുന്നു, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ പിടിച്ചു പറിക്കയില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അഭിഷക്ത ദൈവദാസൻ ഡാനിയൽ പാസ്റ്ററോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കിയതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഇത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രമായി സമർപ്പിക്കുന്നു. വ്യക്തി പൂജയ്ക്കോ വ്യക്തികളുടെ പുകഴ്ചയ്ക്കോ അല്ല, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്കിപ്പോൾ അതേ 2 പെൺകുഞ്ഞുങ്ങളും അതേ 1 മോനും, അങ്ങനെ 3 കുഞ്ഞുങ്ങളെ ദൈവം ജയോത്സവമായി നടത്തുന്നു. അതെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതം, അവരുടെ നിത്യത, ഞങ്ങളും നിത്യതയിലെത്തണം. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഓടിയെന്നോ പ്രാപിച്ചെന്നോ അല്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം നിത്യതയെ മാത്രം ലാക്കാക്കിക്കൊണ്ട് യേശുവിന് മുൻസ്ഥാനം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് വചനത്തെ മുറുകെ പിടിച്ച് പിതാവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. കർത്താവിന്റെ ദാസനോട് നന്ദി പറയും. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ ചെറുപ്പത്തിൽ, ടീനേജ് പ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിലെ സഹപാഠിയോട് ആയിരിക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ മനസ്സിലാക്കിയ അറിവനുസരിച്ച് ആ പെൺകുട്ടിയോട് ആ സമുദായത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവളെ കൂടി ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ആ ഒരു ദിനം, ആ ഒരു സന്ദർഭം. പക്ഷേ അവൾ, ആ കേട്ട പെൺകുട്ടി മിടുക്കിയായിരുന്നു. അവളെ ഇന്നിപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ അവളിൽ ദൈവം പകർന്ന ആ പെൺകുട്ടിയിൽ, ആ കൂട്ടുകാരിയിൽ, ആ കുഞ്ഞു ബാലികയിൽ, അവളുടെ ഹൃദയത്തിൽ പകർന്ന, അവൾ അറിഞ്ഞ ആ വിശ്വാസം, അവളിൽ ഉറച്ചു നിന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ അവളിലൂടെ പകർന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതായിരുന്നു, എത്ര ശക്തിയുള്ളതായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ആ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഇത്രത്തോളം സമയം ഈ അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം, ഈ ഒരു വേദിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം റംല തോമസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ ആദ്യത്തെ വ്യക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പെൺകുട്ടി കൊടുത്തതായ സുവിശേഷ പ്രതികളൊക്കെ അതിനെ നശിപ്പിച്ച് കളഞ്ഞ്, അതിനെ അവഗണിച്ചുകൊണ്ട് ഉള്ള ഒരു ദിനം അല്ലെങ്കിൽ ഒരു സമയം കുറച്ചു നാൾ കടന്നു പോയെങ്കിലും ആ പെൺകുട്ടി സംസാരിച്ച വാക്കുകൾ, അവൾ പറഞ്ഞതായ കാര്യങ്ങൾ, അത് ഹൃദയത്തിൽ കിടന്ന് അത് വളരുവാൻ, അതിന് ജീവൻ വയ്ക്കുവാൻ, അതിന് ശക്തി പ്രാപിക്കുവാൻ, പിന്നത്തേതിൽ ആ ഒരു ദൈവീയ സത്ത അല്ലെങ്കിൽ ആ വചനം അത് ആയിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസിയെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒരിക്കലും നമുക്ക് വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുന്നില്ല. നോക്കിയേ, നമ്മളായിരുന്ന ആ ഒരു വലിയ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സമുദായത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ശക്തി അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാളിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുക. അതും പ്രത്യേകിച്ച് ഒരു ബാല്യകാലം, ഒരു പെൺകുട്ടി
അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതൊരു മാനുഷിക ശക്തിയല്ല, മാനുഷികമായ കരമല്ല, മാനുഷിക ഇടപെടലല്ല, അത് ദൈവികമായ ഒരു ഇടപെടലായി. ആ ഇടപെടൽ അത് തുടർന്നുകൊണ്ടേയിരുന്നു, ഒരിക്കലും പിന്മാറിയില്ല. പിന്നത്തേതിൽ ആ അറിഞ്ഞ സത്യം കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം മുന്നോട്ടുള്ള വഴികളെ തുറന്നു തന്നു. ആമേൻ. ഇന്ന് ആമേൻ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ആ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം, അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നടത്തുവാൻ തക്കവണ്ണം, അനേകർക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠകരമായ നിലയിൽ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം ഉപയോഗിക്കുന്നു എന്നറിയുവാൻ തക്കവണ്ണയായി തീർന്നതിൽ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ സഹോദരിയെയും ആയിരിക്കുന്നിടത്ത് കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം ആ പ്രിയ സഹോദരിയും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആമേൻ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. ആമേനെ അതുപോലെ അവർക്കും വലിയ പ്രതിഫലം കർത്താവ് കൊടുക്കും. ഈ സാക്ഷ്യത്തിലൂടെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ആമേൻ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുവാൻ, കർത്താവിനെ അടുത്തറിയുവാൻ, ആമേൻ ദൈവീയ വിടുതലുകൾ അനുഭവിപ്പാൻ മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആമേൻ. ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ, ഒത്തിരി വെല്ലുവിളികളുടെ നടുവിൽ, ഒത്തിരി ആമേനെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ കരം പിടിച്ച് കരുതി നടത്തിയ, ആമേൻ കൈവിടാത്ത സർവശക്തനായ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം. മാനുഷികമായ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. ആമേന്. എന്നാൽ പരിമിതി കൂടാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ മാനുഷികമായ വാക്കുകൾക്കല്ല, ദൈവികമായ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, വില കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത്, ഏത് സ്ഥലത്ത്, ഏത് സാഹചര്യത്തിൽ, ഏത് സമുദായത്തിൽ, ഏത് വിശ്വാസത്തിൽ, എവിടെയായിരുന്നാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്ഥലകാല സമയഭേദമന്യേ ഇറങ്ങി വരുന്ന, സംസാരിക്കുന്ന സർവശക്തന് മുൻപാകെ കർത്താവേ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവേ, ആമേ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ റംല ആൻറ്റി ആമേൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. എല്ലാവരും ഹൃദയങ്ങളെ ആഗ്രഹമാക്കി പ്രാർത്ഥനയോട് ദിവസനായിരുന്നാണ് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ആയുസ്സിൽ ഇന്ന് വരെയും തന്നിട്ടില്ലാത്തൊരു ദിവസത്തിലേക്കാണ് ഞങ്ങൾ എത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ദാസൻ ഇതിനു വേണ്ടി മുഖാന്തരം ഒരുക്കിയതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ആരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രേക്ഷകരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദാനിയേൽ പാസ്റ്ററെയും കുടുംബത്തെയും, കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വഴി പിശാച് അടയ്ക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് മറ്റു പല വഴികൾ തുറക്കാൻ ദൈവം ശക്തനാണ്. സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ കഴിയാതെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നത് പോലെ ശത്രു കൊട്ടിയടച്ച സ്ഥാനത്ത് അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഒരു താക്കോലായി പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ്, അതേ സ്തോത്രം സ്തോത്രം സ്തോത്രം, അധികാരത്തിന്റെ താക്കോൽ, ഹൃദയങ്ങളെ തുറക്കുന്ന സുവിശേഷത്തിന്റെ താക്കോൽ, ജഗച്ചസി ആ പരിശുദ്ധാത്മന്റെ താക്കോൽ ഇവസി പകർന്നു കൊടുത്ത് അനേകരുടെ ഹൃദയത്തെ തുറക്കുവാൻ അങ്ങയുടെ ദാസനെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. താവിന്റെ ദാസിയോട് മനസ്സരിയണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭാവിയൊക്കെ ധന്യമാക്കി തീർക്കണമേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ തലമുറകളെ മാനിക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല, കർത്താവെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരും, ചില കിടക്കയിൽ കിടക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. വഴിതെറ്റിപ്പോയ തലമുറയെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അമ്മമാരുണ്ട്. ആ തലമുറകളെ കൊണ്ടുവരണം, രൂപപ്പെടുത്തിയെടുക്കണം, നിലനിർത്തണം. ചില പരീക്ഷകൾ, ചില കർത്താവെ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂകൾ, ജോലി, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്.
തകർന്ന ചില കുടുംബങ്ങളുണ്ട്. കർത്താവെ, അവരെയൊക്കെ പണിത് ഒരുക്കിയെടുത്ത് ദൈവം ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിലേക്ക് ജനത്തെ നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ജനത്തെ മുറ്റുമായിട്ട് അനുഗ്രഹിക്കണം. ആരും ഇത് കർത്താവെ നീക്കിക്കളയാതെ കേട്ട് ആരുടെയൊക്കെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമോ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് അവരുടെ വിഷയങ്ങൾക്ക് ഭയങ്കരമായ വിടുതൽ വ്യക്തമായി ദൈവാത്മ പറഞ്ഞു. ചില സാക്ഷ്യങ്ങൾ ഈ ആരോമ ടിവിയിൽ കൂടി കേട്ട് ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടവരുടെ സാക്ഷ്യം ഇതിനകത്ത് പ്രസ്താവിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഭക്തന്മാരെയും, വിശുദ്ധമതികളെയും, വിശുദ്ധന്മാരെയും, എല്ലാ കുഞ്ഞുങ്ങളെ, യുവാവിനെ, യുവതിയെ, മാതാപിതാക്കളെ എല്ലാ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയനിങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം. അടിയന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഇത്രത്തോളം കരുതി വിടുവിച്ചു. ഞങ്ങൾക്ക് തന്നിട്ടുള്ള സഭയെ, ആത്മാക്കളെയും കരങ്ങളിൽ തരുന്നു. ഞങ്ങളെല്ലാവരെയും മുറ്റുമായിട്ട് അനുഗ്രഹിക്കും. വിശേഷിച്ച് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. എല്ലാ പ്രവർത്തനങ്ങളെയും കഷ്ടതയിലും ഞെരുക്കത്തിലും പീഡനത്തിലും ഉപദ്രവത്തിലും ജയിലിലും കഴിയുന്ന എല്ലാ ഭക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്തു. എല്ലാവരെയും വിടുവിച്ചാട്ടെ. മഹത്വം മുഴുവനും തിരുമേനിക്ക് തരുന്നു. വരവിനായിട്ടൊരുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com